പരമ്പരയെ സ്മരിച്ചുകൊണ്ട് ഭഗവത്ഗീത 18-ാം ശ്ലോകം ഭാഷ്യം. ഇവിടെ ചർച്ച ചെയ്തുകൊണ്ടിരിക്കുന്നത് കർമ്മണ്യകർമ്മ എന്ന് പറയുന്ന ഭാഗമാണ്. കർമ്മത്തിൽ അകർമ്മത്തെ കാണുന്നവൻ അതുപോലെ അകർമ്മത്തിൽ കർമ്മത്തെ കാണുന്നവൻ. കർമ്മത്തിൽ അകർമ്മത്തെ കാണുക എന്ന് പറഞ്ഞാൽ കർമ്മം പറഞ്ഞു ശരീരചേഷ്ട, മനസ്സിന്റെ സ്പന്ദനമെല്ലാം കർമ്മങ്ങളാണ്. ഈ കർമ്മം ശരീരത്തിലും മനസ്സിലും ഇങ്ങനെ സംഭവിച്ചുകൊണ്ടിരിക്കുമ്പോഴും അത് കർമ്മരഹിതമായ സ്പന്ദരഹിതമായ ആത്മാവിലാണ് സംഭവിക്കുന്നത്. കർമ്മം വ്യവഹാരത്തിൽ അനുഭവപ്പെടുന്നുണ്ടെങ്കിലും പരമാർത്ഥത്തിൽ താൻ കർമ്മരഹിതനാണ്, അകർമ്മസ്വരൂപിയായ ആത്മാവാണെന്ന് കാണുന്നു കർമ്മയോഗി. ആണ് കർമ്മത്തിൽ അകർമ്മത്തെ ചെയ്യുന്നു കാണുന്നു. അതുപോലെ അകർമ്മണിച്ച കർമ്മ, അകർമ്മത്തിൽ കർമ്മത്തെ കാണുന്നു. അകർമ്മം എന്ന് പറഞ്ഞാൽ അജ്ഞനായ ഒരുവൻ കർമ്മത്തെ ഉപേക്ഷിച്ചിട്ട് ഞാൻ കർമ്മം ചെയ്യാതിരിക്കുന്നു എന്ന് കരുതുന്നു. ഞാൻ കർമ്മം ചെയ്യുന്നില്ല എന്നയാൾ ചിന്തിക്കുകയും പറയുകയും ചെയ്യുന്നു. അങ്ങനെയുള്ള ഒരു അജ്ഞന്റെ അനുഭവം, കർമാഭാവത്തെക്കുറിച്ചുള്ള അനുഭവം, കർമ്മം ഇല്ല എന്നുള്ള അനുഭവം, അല്ലെങ്കിൽ അയാളുടെ വാക്ക്, ഇതാണ് അകർമ്മം. ഈ അകർമ്മത്തിൽ കർമ്മത്തെ കാണുക, ഇതും കർമ്മമാണെന്നറിയുക. അങ്ങനെയാണ് ഭാഷ്യകാരൻ ഇവിടെ ഇത് വ്യാഖ്യാനിച്ചിരിക്കുന്നത്. ബുദ്ധിമാൻ ഇതിനെ അറിയുന്നു. ആദ്യത്തെ ഭാഗം പറയുന്നതിന് വേണ്ടി ഒരു കർമ്മയോഗി സദാ കർമ്മത്തിൽ, ഇനി അടുത്ത് പറയും കർമ്മണ്യ അഭിപ്രവൃത്തവും, കർമ്മത്തിൽ കർമ്മയോഗി പ്രവർത്തിക്കുന്നത് സാധാരണ രീതിയിലുള്ള പ്രവർത്തനമല്ല, അഭിസന്ധിപൂർവ്വം ഭാഷ്യകാരൻ പറയും. എന്നുവെച്ചാൽ വളരെ താല്പര്യപൂർവ്വം, വളരെ ഉത്സാഹപൂർവ്വം, വളരെ നിഷ്ഠയോടുകൂടി തന്റെ സ്വധർമ്മമായിരിക്കുന്ന കർമ്മത്തിൽ കർമ്മയോഗി നിരന്തരം പ്രവർത്തിച്ചുകൊണ്ടേയിരിക്കുന്നു. കർമ്മത്തിൽ കർമ്മയോഗിക്ക് അലംഭാവമോ ഉദാസീനതയോ ഒന്നുമില്ല. ഇങ്ങനെ നിരന്തരം കർമ്മത്തിൽ പ്രവർത്തിച്ചുകൊണ്ടിരിക്കുമ്പോഴും ആ കർമ്മയോഗി ആത്മസ്മരണയെ വിടുന്നില്ല. അത് ആത്മാവിനെ എങ്ങനെയെങ്കിലും സ്മരിച്ചാൽ പോരാ, ആത്മാവിനെ തന്റെ സ്വരൂപമായി സ്മരിക്കുന്നു. അത് കർമ്മരഹിതമാണെന്നും സ്മരിക്കുന്നു. അപ്പൊ തന്റെ സ്വരൂപമായിരിക്കുന്ന, അല്ലെങ്കിൽ താൻ തന്നെയായിരിക്കുന്ന അകർമ്മത്തിൽ സ്പന്ദരഹിതമായിരിക്കുന്ന ആത്മാവിൽ ആണ് ഈ സ്പന്ദങ്ങൾ അനുഭവപ്പെടുന്നത്. അങ്ങനെ അനുഭവപ്പെടുന്നത് സത്യവുമല്ല. അതുകൂടി മനസ്സിലാക്കും. അതാണ് അജിരസ്വാമികൾ പറയുന്നതിന്റെ മറ്റൊരു പ്രത്യേകത. കർമ്മരഹിതമായ കർമ്മത്തിൽ ആത്മാവിൽ കർമ്മം നടക്കുന്നു എന്നറിഞ്ഞാൽ പോരാ. അങ്ങനെ നടന്നുകൊണ്ടിരിക്കുന്ന ഈ കർമ്മങ്ങൾ പരമാർത്ഥത്തിലില്ല എന്നൂടെ അറിയും.
പരമാർത്ഥത്തിൽ അങ്ങനെ സംഭവിക്കുന്നില്ല എന്നുകൂടി കർമ്മയോഗി അറിയണം. എന്ന് പറഞ്ഞാൽ താൻ താല്പര്യപൂർവം ഉത്സാഹപൂർവം ചെയ്തുകൊണ്ടിരിക്കുന്ന ഈ പ്രവൃത്തികൾ പരമാർത്ഥത്തിൽ തന്നെ നിലനിൽക്കുന്നില്ല എന്നറിയണം. അതിലൂടെ ഭാഷ്യകാരൻ പറഞ്ഞു പരമാർത്ഥത്തിൽ. പിന്നെ തന്റെ ഈ കർമാനുഭവം താൻ ചെയ്യുന്നതായിട്ടും താൻ നിരന്തരം അനുഷ്ഠിച്ചുകൊണ്ടിരിക്കുന്നതുമായ ഈ കർമ്മ അനുഭവം അത് സത്യമല്ല. അനുഭവം ഉണ്ട്, പക്ഷെ അനുഭവം പരമാർത്ഥമല്ല എന്നുകൂടി കർമ്മയോഗി അറിയുന്നു. അതാണ് കർമ്മത്തിലെ അകർമ്മ ദർശനം. കർമ്മത്തെ പരമാർത്ഥമല്ല എന്നറിയുക, പരമാർത്ഥമായിരിക്കുന്നത് കർമ്മരഹിതമായ ആത്മാവാണെന്നറിയുക. അത് കർമ്മത്തിൽ അകർമ്മ ദർശനം. കർമ്മണ്യ അകർമ്മയ പശ്യേ. അതുപോലെ അകർമ്മണിച്ച കർമ്മ, അകർമ്മത്തിൽ കർമ്മത്തെ കാണുക. കർമ്മണി അകർമ്മ. ആദ്യം അകർമ്മ എന്ന് പറയുന്നിടത്ത് അവിടെ ആത്മാവിനെ ഉദ്ദേശിച്ചാണ് അകർമ്മ എന്ന് പറയുന്നത്. രണ്ടാമത് അകർമ്മണിച്ച കർമ്മ. രണ്ടാമത് അകർമ്മം എന്ന് പറയുന്നത് ആത്മാവിനെ ഉദ്ദേശിച്ചിട്ടല്ല. രണ്ടാമത് അകർമ്മം എന്ന് പറയുന്നത് അജ്ഞന്റെ കർത്തൃത്വം തുടങ്ങിയ ബോധമുള്ള ഒരു കർമ്മയോഗത്തിലേക്ക് പ്രവേശിക്കുന്ന ഒരുവന് ഉണ്ടാകുന്ന കർമാഭാവത്തിന്റെ അനുഭവം, അതിനാണ് രണ്ടാമത് അകർമ്മം എന്ന് പറഞ്ഞിരിക്കുന്നത്. അവിടെ ആത്മാവല്ല. ഞാൻ കർമ്മം ചെയ്യുന്നില്ല. അല്ലെങ്കിൽ അജ്ഞനായ ഒരു സന്യാസിയുടെ അനുഭവം, സാധാരണ ഒരു സന്യാസിയുടെ അനുഭവം. ഒരു സന്യാസി എന്ത് കരുതുന്നു? ഞാനിതാ കർമ്മങ്ങളെല്ലാം ഉപേക്ഷിച്ചിരിക്കുന്നു, എനിക്ക് കർത്തവ്യമൊന്നുമില്ല, ഞാൻ കർമ്മങ്ങൾ ഉപേക്ഷിച്ചിരിക്കുന്നു എന്ന് അജ്ഞാനം കൊണ്ട് തന്നിൽ കർമാഭാവത്തെ ആരോപിക്കുന്ന ഒരുവന്റെ അനുഭവത്തെയാണ് രണ്ടാമത് അകർമ്മം എന്ന് പറഞ്ഞിരിക്കുന്നത്. അവിടെ രണ്ടാമത് അകർമ്മം എന്ന് പറഞ്ഞിരിക്കുന്നത് ആത്മാവിന് ഉദ്ദേശം. അകർമ്മണിച്ച കർമ്മ. ആ അകർമ്മത്തിൽ അജ്ഞാനജന്യമായ ആരോപിതമായ തന്നിൽ തന്നെ താൻ തന്നെ കൽപ്പിക്കപ്പെടുന്നതായ, തന്നാൽ തന്നെ കൽപ്പിക്കപ്പെടുന്നതായ, താൻ തന്നെ കൽപ്പിക്കുന്നതായ ആ കർമാഭാവം, അതിനെ കർമ്മമായി അറിയുന്നു. കർമ്മയോഗി അതും അറിയുന്നു. മറ്റു തരത്തിൽ പറഞ്ഞാൽ ഒരു കർമ്മയോഗി കർമ്മം ചെയ്യാതിരിക്കുമ്പോൾ, നമുക്ക് വേണമെങ്കിൽ അത് വിശ്രമിക്കുന്നു എന്ന് വേണമെങ്കിൽ പറയാം, കർമ്മമൊന്നും ചെയ്യാതിരിക്കുമ്പോഴും കർമ്മയോഗി തിരിച്ചറിയുന്നു താൻ കർമ്മത്തിലാണെന്ന്. അകർമ്മണിച്ച കർമ്മയ. എന്തുകൊണ്ട്? ഞാൻ കർമ്മം ചെയ്യാതിരിക്കുക എന്ന് സ്വയം കരുതുമ്പോൾ, ഞാൻ കർമ്മം ചെയ്യാതിരിക്കുന്നു എന്നുള്ള ആ തോന്നൽ അത് തന്നോട് ബന്ധപ്പെട്ടാണ്. തന്നോടെന്ന് പറഞ്ഞാൽ തന്റെ അഹന്തയോട് ബന്ധപ്പെട്ടാണ് അങ്ങനെ ഒരു തോന്നൽ വരുന്നത്. തന്റെ അഹന്തയോട് ചേർന്നാണ് തന്റെ കർമാഭാവത്തെ അറിയുന്നത്. അഹന്തയോട് ചേർന്ന് വരുന്ന ആ തോന്നൽ, ആ ചിന്ത, ആ സങ്കല്പം, അതിനെ തുടർന്ന് വരുന്ന ശബ്ദവ്യവഹാരം, ഇതെല്ലാം തന്നെയാണ് കർമ്മം. അവിടെ കർമ്മത്തിന്റെ അഭാവമില്ല, മറിച്ച് അത് തന്നെ കർമ്മം എന്നറിയണം. എന്നുവെച്ചാൽ കർമ്മത്തിന്റെ ആ കർമ്മമണ്ഡലത്തെ, കർമ്മഭൂ എന്ന് ഭാഷ്യകാരൻ പറയും, ആ കർമ്മമണ്ഡലത്തെ കർമ്മം ചെയ്യാതിരിക്കുന്നത് കൊണ്ട് ഒരു കർമ്മയോഗി അതിലംഘിക്കുന്നില്ല, അതിക്രമിക്കുന്നില്ല. അതുകൊണ്ട് ഒരാള് താൻ സന്യാസിയാണെന്ന് പറയുന്നത്, ഞാൻ സന്യസിച്ചിരിക്കുന്നു എന്ന് കരുതുന്നത്
അജ്ഞാനം കൊണ്ടാണ്. അതാണ് ഇവിടെ പറഞ്ഞു വരുന്നത്. അയാൾ സന്യസിക്കുന്നില്ല, മറിച്ച് എന്ത് ചെയ്യുന്നു, അയാൾ ആ സമയത്തും താൻ സന്യസിക്കുന്നു എന്ന് പറയുന്നിടത്ത് അയാൾ കർമ്മത്തിൽ തന്നെയാണ് നിൽക്കുന്നത്. അപ്പൊ എന്താണ് സന്യാസം എന്നുള്ളത് ഇവിടെ വ്യക്തമായി പറയുകയാണ്. അപ്പൊ നമ്മളിപ്പോൾ ബാഹ്യമായി നമ്മൾ പറയണ്ടോ, ഞാൻ ഇതുവരെ ബ്രഹ്മചാരിയായിരുന്നു, ഇപ്പൊ സന്യാസിയായി എന്ന് പറയുന്നത് എന്ത്? ബാഹ്യമായി ചില ചടങ്ങുകളെല്ലാം നടത്തി, വേഷം മാറി, പേര് മാറി, അങ്ങനെയൊക്കെ നമ്മൾ സന്യാസിയാകുകയാണ്. ഇതെല്ലാം എന്താണ്? നമ്മൾ ഈ ചെയ്യുന്നതെല്ലാം ഓരോ സങ്കല്പങ്ങളാണ്. ഇതെല്ലാം പഴയ സങ്കല്പങ്ങളുടെ സ്ഥാനത്ത് പുതിയ സങ്കല്പങ്ങൾ വയ്ക്കുന്നു. പഴയ ഡ്രസ്സ് മാറ്റിയിട്ട് പുതിയ ഡ്രസ്സ് ഇടുന്നു. അപ്പോ ആ സങ്കല്പങ്ങളിൽ കൊണ്ട് അയാൾ ഒരിക്കലും സന്യാസിയാകുന്നില്ല. സന്യാസി എന്ന് പറയുന്ന ഒരു ലേബൽ തന്നിൽ ഒട്ടിക്കുന്നത് കൊണ്ട് ഒരാൾ സന്യാസിയാകുന്നില്ല. പിന്നെ അയാൾ ആരാണ്? പഴയ ആള് തന്നെ. ബ്രഹ്മചാരിയെന്നോ അല്ലെങ്കിൽ ഗൃഹസ്ഥനെന്നോ പറഞ്ഞ ആള് തന്നെ ഇപ്പൊ സന്യാസിയായിരിക്കുന്നു. ഒരു മാറ്റവും സംഭവിച്ചിട്ടില്ല. എന്തുകൊണ്ട്? അവിടെയും അയാൾ കർമ്മമുണ്ട്. അയാൾ ത്യജിച്ചു എന്ന് പറയുന്നത് തന്നെയാണ് അയാളുടെ കർമ്മം. ത്യജിച്ചു എന്നുള്ള സങ്കല്പം തന്നെ, ഞാൻ കർമ്മത്തെ ഉപേക്ഷിച്ചു എന്ന് കരുതിയത് തന്നെയാണ് അയാളുടെ കർമ്മം. അപ്പൊ സന്യാസം എന്ന് പറയുന്നത് പൂർണ്ണമായ കർമ്മത്യാഗമാണ്. പരിപൂർണമായ കർമ്മത്യാഗം എന്ന് പറയുന്നത് എങ്ങനെയാണ്? അകർമ്മണിച്ച കർമ്മം. അത് രണ്ടാമത് പറയുന്നു. തന്റെ അകർമ്മത്തിൽ, തന്റെ ആ ത്യാഗത്തിൽ കർമ്മത്തെ കാണുന്നതാണ്. അതും കർമ്മമാണെന്നുള്ള വിവേകമാണ് പരിപൂർണമായ സന്യാസം. അപ്പോൾ തന്റെ കർമ്മത്തിലും തന്റെ കർമാഭാവത്തിലും, താൻ പ്രവർത്തിക്കുമ്പോഴും പ്രവൃത്തിയെടുക്കാതിരിക്കുമ്പോഴും, രണ്ട് സമയത്തും ഇവിടെ വിവേകി, ഇവിടെ പറയും വിവേകി എന്ത് ചെയ്യുന്നു? ഈ കർമ്മത്തിന്റെ തത്വത്തെ, ഇവിടെ പറയുന്നു ഗഹന കർമ്മണോഗതി എന്ന് പറയുന്ന കർമ്മത്തിന്റെ തത്വത്തെ അയാൾ മനസ്സിലാക്കുന്നു. എങ്ങനെ? ഈ കർമ്മവും കർമാഭാവവും ആത്മാവിൽ ആരോപിതമാണ്. ആത്മാവിൽ ഇത് രണ്ടും തുല്യമാണ്. കർമ്മം ചെയ്യുന്നു എന്ന് കരുതുന്നതും കർമ്മം ചെയ്യുന്നില്ല എന്ന് കരുതുന്നതും രണ്ടും കർമ്മമാണ്. തന്നിൽ ഇത് രണ്ടും ആരോപിതങ്ങളാണെന്നറിയുന്നു. അതാണ് ഇവിടെ നമ്മൾ കഴിഞ്ഞ ദിവസം പറഞ്ഞു നിർത്തിയത്. യഥാ മൃഗതൃഷ്ണികായാം ഉദകം ശക്തികായാം വാരജം. അതുപോലെ അനുഭവമുണ്ട് താൻ കർമ്മം ചെയ്യുന്നു, അതുപോലെ തന്നെ ഒരു അനുഭവമാണ് ഞാൻ കർമ്മത്തെ സന്യസിച്ചിരിക്കുന്നു എന്നുള്ളത്. ഇത് രണ്ടിനെയും കർമ്മയോഗി തുല്യമായി കാണുന്നു. അതാണ് അവസാനം പറയും. സ യോഗി, അവനാണ് കർമ്മയോഗി. സ സന്യാസി, അവൻ തന്നെയാണ് സന്യാസി. അവൻ നിരഗ്ര ചാക്രിയ, കർമ്മങ്ങളെ ഞാനിത് ഉപേക്ഷിച്ചിരിക്കുന്നു എന്ന് പറഞ്ഞ് ഉപേക്ഷിച്ചവൻ, എന്നിട്ട് കർമ്മങ്ങളൊന്നും ചെയ്യാതിരിക്കുന്നവൻ അവനല്ല. അവനല്ല യോഗി, അവനല്ല സന്യാസി എന്നിനി 18ാം അധ്യായത്തിൽ പറയും. ആർക്കാണോ ഈ വിവേകമുള്ളത് അവനാണ് കർമ്മയോഗി, അവൻ തന്നെയാണ് സന്യാസി. അതുകൊണ്ട് ഇനി പറയും ഏകം യോഗഞ്ച സാങ്ക്യഞ്ച.
യ പശ്യതി സ പശ്യതി. ആത്യന്തികമായി ഈ യോഗത്തെയും കർമ്മയോഗത്തെയും സാഖ്യത്തെയും ഈ സന്യാസത്തെയും ജ്ഞാനത്തെയും ഒന്നായി കാണുന്നവനാണ്. അവനാണ് ശരിയായി അറിയുന്നവൻ. പൃഥക് ബാലാഹ, അവിവേകികൾ പറയും എന്താണ്? സാഖ്യയോഗവും പൃഥക്, ഇത് രണ്ടും രണ്ടാണെന്ന് പറയും. ആത്യന്തികമായി ഇവിടെ എന്താണ്? കർമ്മയോഗവും കർമ്മസന്യാസവും ഒന്നാണെന്ന് പറയുകയാണ്, രണ്ടല്ല. രണ്ടാണെന്ന് പറയുന്നത് അവിവേകികളാണ്. അതാണ് ഗീതയുടെ സിദ്ധാന്തം. അതുതന്നെയാണ് ഇവിടെ പറയുന്നത്. ഇത് ആരോപിതമാണെന്നറിയുക. രണ്ടും തുല്യമാണ്. കർമ്മസന്യാസവും കർമാനുഷ്ഠാനവും ആരോപിതമാണെന്ന് കർമ്മയോഗിയും അറിയുന്നു, തത്വജ്ഞാനിയും അറിയുന്നു. ആ അറിവിന്റെ പൂർണ്ണതയിൽ ഇത് രണ്ടും ഒരാൾ തന്നെ, രണ്ടുപേരല്ല. അറിവിന്റെ പൂർണ്ണതയിൽ. പിന്നെ കർമ്മയോഗം, ചിത്തശുദ്ധിക്ക്, പിന്നെ ജ്ഞാനം എന്നെല്ലാം പറയുന്നത് എവിടെ? അതിന്റെ പ്രാരംഭത്തിലാണ് അങ്ങനെ വേർതിരിക്കുന്നത്. യോഗാരൂഢസ്യ തസ്സൈവ ശമകാരണം ഉച്യതേ, അതിന് വേറെ ഭാഗത്ത് പറയും, 6-ാം അധ്യായത്തിൽ പറയും. യോഗാരൂഢനെ സംബന്ധിച്ചിടത്തോളം അവിടെ വ്യത്യാസമില്ല. അതിന്റെ പ്രാരംഭത്തിൽ ഇങ്ങനെ പറയും, ഒന്ന് യോഗമെന്നും മറ്റൊന്ന് സാഖ്യമെന്നും. അന്തിമമായി യോഗവും സാഖ്യവും ഒന്ന് തന്നെ. അതാണ് ഇവിടെ പറയുന്നത്. അടുത്ത ഭാഷയത്തിൽ പറയുന്നു, നനു കർമ്മ കർമ്മൈവ സർവേഷാം ന ക്വചിത് വ്യഭിചരതി. പറയുന്നു കർമ്മത്തിൽ അകർമ്മം. ഇതെങ്ങനെ പറയാൻ പറ്റും? ഇത് വിരുദ്ധമായ കാര്യങ്ങളാണല്ലോ. കർമ്മം എങ്ങനെ അകർമ്മമാകും? കർമ്മ കർമ്മൈവ സർവേഷാം, എവിടെ കർമ്മം കാണുന്നു അവിടെ കാണുന്നവൻ അതിനെ കർമ്മമായിട്ട് തന്നെ കാണുന്നത്, ഒരിടത്തും അകർമ്മമായി കാണുന്നില്ല. ക്വചിത് വ്യഭിചരതി, ഒരു സ്ഥലത്തും അതിന് മാറ്റം വരുന്നില്ല. കർമ്മം അകർമ്മമാകുന്നതായി നമ്മൾ ഒരിടത്തും കാണുന്നില്ല. എവിടെ അങ്ങനെ ഒരു കാര്യം സംഭവിക്കുന്നത്? ഒരിടത്തും അങ്ങനെ കാണുന്നില്ലല്ലോ. അത് ശരിയല്ല. കർമ്മം ചിലയിടത്ത് കർമ്മം അല്ലാതാകുന്നുണ്ട്. എവിടെ? നൗസ്തസ്യ നാവികച്ഛന്ത്യാം തടസ്ഥേഷു അഗതിഷു നഗേഷു പ്രതികൂല ഗതി ദർശന. നൗസ്തസ്യ, അന്ന് ട്രെയിനും കാറും പ്ലെയിനും ഒന്നുമില്ല. അതുകൊണ്ട് ഉദാഹരണമായി പറഞ്ഞത് വള്ളത്തെയാണ്. ഒരാൾ വള്ളത്തിൽ സഞ്ചരിച്ചുകൊണ്ടിരിക്കുന്നു. നാവികച്ഛന്ത്യ, അങ്ങനെ വള്ളം പൊയ്ക്കൊണ്ടിരിക്കെ, വള്ളം വേഗത്തിൽ സഞ്ചരിച്ചുകൊണ്ടിരിക്കെ ആ വള്ളത്തിലിരിക്കുന്ന വ്യക്തി തടസ്ഥേഷു, തീരത്തിലുള്ള, അഗതിഷു, നിശ്ചലമായിരിക്കുന്ന, നഗേഷു, വൃക്ഷങ്ങളിൽ, പ്രതികൂല ഗതി ദർശന, പ്രതികൂലമായി അത് സഞ്ചരിക്കുന്നതായി കാണുന്നുണ്ടോ? വള്ളത്തിലിരിക്കുന്ന വ്യക്തി വള്ളം വേഗത്തിൽ സഞ്ചരിച്ചുകൊണ്ടിരിക്കുമ്പോൾ കരയിൽ നിൽക്കുന്ന വൃക്ഷങ്ങൾ പിന്നിലേക്ക് അതിവേഗം സഞ്ചരിക്കുന്നതായി കാണുന്നുണ്ട്. നമ്മൾ ട്രെയിനിലും ബസ്സിലും എല്ലാം കാണുന്നത് പോലെ. അവിടെ എന്താണോ? കർമ്മ കർമ്മേവ എന്ന് പറയും. കർമ്മത്തെ കർമ്മമായിട്ടാണ് കാണുന്നത്. പക്ഷെ ഇവിടെ അങ്ങനെയല്ല കാണുന്നത്. ഇവിടെ വേഗത കൊണ്ട് വാസ്തവത്തിൽ താൻ ചലിക്കുന്ന, തന്റെ വേഗത താൻ തിരിച്ചറിയുന്നില്ല. അതേസമയം ചലിക്കാത്ത വൃക്ഷങ്ങൾ വേഗതയിൽ ചലിക്കുന്നതായും കാണുന്നു. അപ്പോൾ കർമ്മം ഇല്ലാത്തടത്ത് കർമ്മം കാണുന്നുണ്ട്. കർമ്മത്തെ കർമ്മമായിട്ടല്ല കാണുന്നത്. ഇനി മറ്റൊരു കാരണം, ഇത് കൊടുത്തിരിക്കുന്നത് എന്താണ്? ചലിക്കാത്തത് ചലിക്കുന്നതായി അനുഭവപ്പെടുന്നു. 2 ട്രെയിൻ അടുത്ത് കിടക്കുമ്പോൾ ചലിക്കാത്ത ട്രെയിനിലിരിക്കുന്ന ആളിന് അടുത്ത് കിടക്കുന്ന ട്രെയിൻ നീങ്ങുമ്പോൾ താനിരിക്കുന്ന ട്രെയിൻ നീങ്ങിയതായി തോന്നുന്നു. ചലിക്കാതെ ചലിക്കുന്നതായി തോന്നുന്നു. മറ്റൊരു ഉദാഹരണമുണ്ട്. ദൂരേഷു ചക്ഷുഷ അസന്നികൃഷ്ടേഷു ഗച്ഛസ്സു ഗത്യഭാവ ദർശന. ഇനി ചലിക്കുന്നത് ചലിക്കുന്നില്ല എന്നുള്ള അനുഭവം തോന്നാറുണ്ട്. വളരെ ദൂരെ നിന്ന് വരുന്ന ട്രെയിൻ നേരെ എതിരെ നിന്ന് നോക്കുമ്പോൾ
അത് നിശ്ചലമാണെന്ന് തോന്നുന്നു. അടുത്ത് വരുമ്പോഴാണ് അത് വേഗത്തിൽ പാഞ്ഞു വരുന്നതായി തിരിച്ചറിയുന്നത്. ഇവിടെ ഒരു ഉദാഹരണം പറയുന്നു. ദൂരേഷു ചക്ഷുഷ അസന്നികൃഷ്ടേഷു, കണ്ണിനോട് സാമീപ്യമില്ലാത്തത് എന്നുവെച്ചാൽ വളരെ ദൂരെയുള്ളത്. ഒരു വസ്തു തനിക്ക് നേരെ അതിവേഗത്തിൽ പാഞ്ഞു വരുമ്പോൾ, ഗച്ഛസ്സു, ഒരു കുതിരയാകാം പാഞ്ഞു വരുന്നത്, ഒരു മനുഷ്യനോടി വരുന്നതാകാം, ഗത്യഭാവ ദർശനം. പക്ഷെ നേരെ എതിരിട്ട് നിന്ന് നോക്കുന്ന ആളിനെ സംബന്ധിച്ചിടത്തോളം തനിക്കെതിരെ വരുന്ന ആ വസ്തു ചലിക്കുന്നില്ല. ഗത്യഭാവം, അത് ചലിക്കുന്നതായി തോന്നുന്നില്ല, നിശ്ചലമാണ് തോന്നുന്നു. അടുത്തടുത്ത് വരുമ്പോൾ അത് ചലിക്കുന്നതായി അനുഭവപ്പെടുന്നു. രണ്ട് ഉദാഹരണങ്ങൾ കൊടുത്തിരിക്കുകയാണ്. ചലിക്കാത്ത വസ്തു ഒരു ചലനം നമുക്ക് അനുഭവപ്പെടാം. അതാണ് വൃക്ഷങ്ങൾ പിന്നിലേക്ക് പായുന്നതായി കാണുന്നത്. ഇനി ചലിച്ചുകൊണ്ടിരിക്കുന്ന വസ്തു, നമുക്കെതിരെ ദൂരെ നിന്ന് വേഗത്തിൽ വരുന്ന വാഹനം ചലിക്കുന്നില്ല എന്ന് തോന്നാം. അപ്പോൾ കർമ്മത്തെ എല്ലാ സ്ഥലത്തും കർമ്മമായി തന്നെ കാണുന്നു, മാറ്റമില്ല എന്നാണ് പൂർവക്ഷി പറയുന്നത്. സിദ്ധാന്തി ഭാഷ്യകാരൻ പറയുന്നത് എന്താണ്? അങ്ങനെയൊന്നുമല്ല. കർമ്മത്തെ കർമ്മമായിട്ട് തന്നെ കാണണമെന്നില്ല. എന്താണ് ചലിക്കാത്തത്? ചലിക്കുന്നതായി അനുഭവപ്പെടുന്നിടത്ത് കർമ്മത്തെയാണോ നമ്മൾ കർമ്മമായി കാണുന്നത്? അല്ല, അവിടെ കർമ്മമില്ലല്ലോ. ഇനി ചലിച്ചുകൊണ്ടിരിക്കുന്നത് ചലിക്കുന്ന ഇല്ല എന്ന് അനുഭവപ്പെടുന്നിടത്ത് കർമ്മത്തെ കർമ്മമായിട്ട് കാണുന്നുണ്ടോ? ഇല്ല, കർമ്മത്തെ അവിടെ കർമ്മമായി തിരിച്ചറിയുന്നില്ല. ഇവിടെ രണ്ട് സ്ഥലത്തും എന്താണ് കാഴ്ചക്കാരന് പറ്റുന്നത്? ഭ്രാന്തിയാണ്. കർമ്മം ഇല്ലാത്തടത്ത് കർമ്മമുണ്ടെന്ന് തോന്നുക. അതാണ് കർമ്മണ്യ അകർമ്മയ പശ്യ. രണ്ടാമത്, കർമ്മം നടക്കുന്നിടത്തും കർമ്മം ഇല്ലാന്ന് തോന്നുക. അകർമ്മണിച്ച കർമ്മം, ഇവിടെ കർമ്മം ഇല്ല, അവിടെ കർമ്മം ഉണ്ടെന്ന് അനുഭവപ്പെടുക. അപ്പോൾ ഈ താൻ ഈ പറഞ്ഞിരിക്കുന്നത് ലോകാനുഭവം തന്നെയാണ്. അത് വിപരീത അനുഭവമായതുകൊണ്ട് സാമാന്യ ജനങ്ങൾ അതിനെ വിപരീത അനുഭവമാണെന്ന് തിരിച്ചറിയുന്നില്ല, സത്യമാണെന്ന് കരുതി പോകുന്നു. ഇവിടെ വിപരീത അനുഭവം എന്നുള്ളതാണ് ജ്ഞാനഭ്രാന്തി എന്ന് പറയുന്നത്. ഇത് തന്നെയാണ് ആത്മാവിനെ സംബന്ധിച്ചും ഈ ആത്മാവിനെ ആശ്രയിച്ചിരിക്കുന്ന കരണങ്ങളെ സംബന്ധിച്ചും സംഭവിക്കുന്നത്. ശരീരം, മനസ്സ്, ഇതിലെല്ലാം സംഭവിച്ചുകൊണ്ടിരിക്കുന്ന നിരന്തരമായ ചലനങ്ങളും ഇതുപോലെ തന്നെ. ആത്മാവിൽ വാസ്തവത്തിൽ ഈ ചലനങ്ങളൊന്നുമില്ലെങ്കിലും അവിടെ ചില സമയത്ത് ചലനമുണ്ടെന്ന് തോന്നും. അങ്ങനെയാണ് വൃക്ഷങ്ങൾ ചലിക്കുന്നതായി തോന്നുന്നത്. ആ ചലനം അങ്ങനെ സംഭവിച്ചുകൊണ്ടിരിക്കുക തന്നെ ആ ചലനം സൂക്ഷ്മമാകുമ്പോൾ അവിടെ ചലനം ഇല്ലെന്ന് തോന്നും. എങ്ങനെയാണോ സഞ്ചരിക്കുന്ന ആള് സഞ്ചരിക്കുന്നില്ല എന്ന് തോന്നും. അതൊക്കെ സംഭവിക്കുന്നു. അതാണ് ഇവിടെ പറയുന്നത്. ഏവം ഇഹാപി അകർമ്മണി അഹം കരോമീതി കർമ്മദർശനം കർമ്മണിച്ച അകർമ്മദർശനം വിപരീത ദർശനം. ഈ ഒരു വിപരീത ദർശനം ലൗകികമായ ദൃഷ്ടാന്തത്തിലൂടെ ഭാഷ്യകാരൻ വ്യക്തമാക്കി തന്ന ഈ വിപരീത ദർശനം ഒരു ജീവനിൽ സദാ സംഭവിച്ചുകൊണ്ടേയിരിക്കുന്നു. തന്നിൽ ഇഹാപി, ഈ ജീവനിലും അകർമ്മണി അഹം കരോമീതി കർമ്മദർശനം. ഇത് പരമാർത്ഥത്തിൽ അകർമ്മസ്വരൂപിയാണ്, സ്പന്ദരഹിതമാണ് ആത്മാവ്. പക്ഷെ അത് ഞാൻ ചെയ്യുന്നു എന്ന് തോന്നുന്നു. നമ്മുടെ അനുഭവമാണ്, വേറൊരാൾ പഠിപ്പിക്കുന്നതല്ല. ഞാൻ ചെയ്യുന്നു, ഞാൻ ഇന്ന പ്രവൃത്തി ചെയ്യുന്നു, ഞാൻ ചിന്തിക്കുന്നു, ഞാൻ പറയുന്നു, ഞാൻ പ്രവർത്തിക്കുന്നു. ഇങ്ങനെ കർമ്മദർശനം, കർമാനുഭവം. ഇത് ആരോപിതമാണ്, ഇത് ഭ്രാന്തിയാണ് എന്ന് തിരിച്ചറിയുന്നവനാണ് ഇവിടെ പറയുന്ന ബുദ്ധിമാൻ. അതുപോലെ കർമ്മണിച്ച അകർമ്മദർശനം, ഇത് സ്ഥൂലമായ കർമ്മത്തിൽ നേരത്തെ പറഞ്ഞല്ലോ, ചക്ഷുഷ അസന്നികൃഷ്ടേഷു, കണ്ണിനടുത്തല്ല കണ്ണിന് ദൂരെയായി ഒരാളിനെതിരെ വരുമ്പോൾ അയാൾ ചലിക്കുന്നില്ല എന്ന് തോന്നുന്നു. അതുപോലെ കർമ്മണിച്ച അകർമ്മദർശനം, സൂക്ഷ്മമായ കർമ്മം,
സ്ഥൂലമായ കർമ്മങ്ങളെല്ലാം ഉപേക്ഷിച്ച് കേവലം മാനസിക കർമ്മം മാത്രമായിരിക്കുന്നു. എങ്ങനെ? ഞാനൊന്നും ചെയ്യുന്നില്ല, ഞാൻ വിശ്രമിക്കുന്നു, എന്നിൽ പ്രവൃത്തിയില്ല, കർമ്മത്തെ ഞാൻ ഉപേക്ഷിച്ചിരിക്കുന്നു എന്ന് പറയുമ്പോൾ അവിടെ സൂക്ഷ്മമായ മാനസിക ചലനങ്ങളേ ഉള്ളൂ. അത് കർമ്മമാണ്. പക്ഷെ അതിലെന്ത് ചെയ്യുന്നു? അകർമ്മ ദർശനം. അത് അകർമ്മമാണെന്ന് ധരിച്ചു പോകും. എന്നുവെച്ചാൽ അവിടെ കർമ്മമില്ല എന്ന് ധരിച്ചു പോകും. സന്യാസം കർമ്മമല്ല എന്ന് ധരിച്ചു പോകും. കർമ്മത്തെ താൻ ഉപേക്ഷിച്ചത് ഉപേക്ഷിക്കൽ ഒരു കർമ്മമല്ല എന്ന് ധരിച്ചു പോകും. ഇതെന്താണോ വാസ്തവത്തിൽ എന്താണോ ഉള്ളത് അതിന് വിപരീതമായി അനുഭവപ്പെടുന്നതുകൊണ്ട് ഇതിന് വിപരീത ദർശനം, വിപരീതമായ അനുഭവം എന്ന് പറയും. ഏന തന്നിരാകരണാർത്ഥം ഉച്യതേ കർമ്മണ്യകർമ്മയെ പശ്യേതി ഇത്യാദി. അതുകൊണ്ട് എല്ലാ ജീവന്മാരിലും നിരന്തരമായി അനുഭവപ്പെട്ടുകൊണ്ടിരിക്കുന്ന ഈ വിപരീത ദർശനം, ഭ്രാന്തി, ഈ ഭ്രാന്തിയാണ് നമ്മുടെ ജീവിത വ്യവഹാരങ്ങൾ എന്ന് പറയുന്നത്. ജീവിത വ്യവഹാരങ്ങൾ എന്ന് പറയുമ്പോൾ ചിന്തയും വാക്കും പ്രവർത്തിയും, അതിനാണ് വ്യവഹാരമെന്ന് അദ്വൈത ശാസ്ത്രത്തിൽ പറയുന്നത്. നമ്മുടെ ചിന്തയും വാക്കും പ്രവൃത്തിയും എന്താണ്? ഈ ഭ്രമത്തെ, ഭ്രാന്തിയെ ആശ്രയിച്ചാണ് നിലനിൽക്കുന്നത്. സത്യത്തെ ആശ്രയിച്ച് വ്യവഹാരമില്ല, അസത്യത്തെ ആശ്രയിച്ചിട്ടാണ്. പക്ഷെ അത് സത്യം പോലെ നമുക്ക് അനുഭവപ്പെടുന്നു. അതുകൊണ്ട് അതിന് വ്യാവഹാരികമായ സത്യം എന്ന് പറയും. അനുഭവവേളയിൽ ഉള്ളതായി തോന്നപ്പെടുന്നുണ്ട്, അതിന് വ്യാവഹാരിക സത്യം എന്ന് പറയും. ഭ്രമാനുഭവം, ഭ്രാന്തി ദർശനം, തന്നിരാകരണാർത്ഥം, അതിനെ നിരാകരിക്കുന്നതിന് വേണ്ടി, അതിനെ നിഷേധിക്കുന്നതിന് വേണ്ടി, അത് സത്യമല്ല എന്ന് ജീവനെ ബോധിപ്പിക്കുന്നതിന് വേണ്ടി ഉച്ചതി ഭഗവാൻ പറയുന്നത് എന്താണ്? കർമ്മണി അകർമ്മ പശ്യ, അകർമ്മണിച്ച കർമ്മച്ച, അകർമ്മത്തിൽ കർമ്മത്തെയും സബുദ്ധിമാൻ എന്ന് പറഞ്ഞിരിക്കുന്നു. അപ്പോൾ അതാണ് സിദ്ധാന്തം. ഈ ശ്ലോകത്തിന്റെ ആശയത്തെ ഇവിടെ ഭാഷ്യകാരൻ വ്യക്തമാക്കി. ഇനി ഇതിന്റെ പൂർവപക്ഷത്തിലേക്ക് കടക്കുകയാണ്. പിന്നെ മറ്റു തരത്തിൽ പലതരത്തിലും വ്യാഖ്യാനിക്കുന്നുണ്ട്. വൃത്തികാരനും മറ്റും വ്യാഖ്യാനിച്ചിരിക്കുന്ന ഭാഗങ്ങളിലേക്ക് കിടക്കുകയാണ്. അതിനു മുമ്പ് ഒരു കാര്യം പറയാണ്. തദ്ദേതത് ഉക്തപ്രതിവചനമപി അസകൃത് അത്യന്ത വിപരീത ദർശനം ദർശനഭാവിതതയാ മോമുഹ്യമാനോ ലോകഃ ശ്രുതമപ്യസകൃത് തത്വം വിസ്മൃത്യ മിഥ്യാപ്രസംഗം അവതാരി ചോദയതീരി പുനഃപുനരുത്തരമാഹ ഭഗവാൻ ദുർവിജ്ഞേയത്വം ആലക്ഷ്യ വസ്തുനഃ അവ്യക്തോയം അചിന്ത്യോയം നജായതേ മ്രിയതേ ഇത്യാദിന ആത്മനി കർമാഭാവ ശ്രുതി സ്മൃതി ന്യായപ്രസിദ്ധ ഉക്തോ വക്ഷ്യമാണശ്ച. ഭാഷ്യകാരൻ പറഞ്ഞത് ഇപ്പൊ ഈ ശ്ലോകത്തിൽ പറയുന്ന കാര്യം ഗീതയിൽ ഭഗവാൻ ആദ്യം പറയുന്നതല്ല, തന്റെ ഉപദേശത്തിൽ മുമ്പ് പലതവണ പറഞ്ഞ കാര്യമാണ്. ഇതൊരു പുതിയ വിഷയം ഇവിടെ ചർച്ച ചെയ്യുകയല്ല. ഇനി പറയാൻ പോകുന്നതും പുതിയ വിഷയങ്ങളല്ല, ഒരേ കാര്യം തന്നെ. അതാണ് പറഞ്ഞത് തദ്ദേതത് ഉക്തപ്രതിവചനമപി. മറുപടി രൂപത്തിൽ അർജുനന്റെ ചോദ്യത്തിന് ഉത്തരമായി പറയുകയും സ്വയം തന്നെ പറയുകയും ചെയ്യും. ഇതിനെ സംബന്ധിച്ചുള്ള ചോദ്യങ്ങളും ഉത്തരങ്ങളും ഇതിനകം ചർച്ച ചെയ്യപ്പെട്ട് കഴിഞ്ഞു. എങ്കിലും വീണ്ടും എന്തിനു പറയും? വീണ്ടും ഇങ്ങനെ ആവർത്തിക്കുമ്പോൾ കേൾക്കുന്നയാളിന് അതിലൊരു വിരസത തോന്നും. ഒരേ കാര്യമാണല്ലോ വീണ്ടും പറയുന്നത്. ഒരേ കാര്യമേ പറയാനുള്ളൂ, രണ്ടാമതും മറിച്ചൊരു കാര്യം പറയാനില്ല. സത്യം ഒന്നേ ഉള്ളൂ. അപ്പൊ വീണ്ടും അത് തന്നെ പറയേണ്ടി വരും. അസകൃത് പലതവണ, ഒന്നിലധികം തവണ. ഉക്തപ്രതിവചനമപ്യസകൃത് പലതവണ ചോദ്യവും ഉത്തരവും ഇത് കഴിഞ്ഞതാണ്, പൂർവപക്ഷ സംവാദം. എങ്കിലും അത്യന്ത വിപരീത ദർശനഭാവിതതയാ, അത്യന്തമായ അവതാര്യ,
ആ മിഥ്യാജ്ഞാനത്തെ, ആ മിഥ്യാസംസ്കാരത്തെ അവതാര്യ അതിനെ വീണ്ടും ഉണർത്തി അതിനെ വീണ്ടും അവതരിപ്പിച്ച് ഞാൻ ഉറങ്ങിക്കിടക്കുന്നതായ ഈ ഭ്രാന്തി സംസ്കാരത്തെ അവൻ തന്റെ ഇച്ഛാശക്തി കൊണ്ട് വീണ്ടും അതിനെ ഉണർത്തിക്കൊണ്ടുപോകുന്നു. ചോദയതി, വീണ്ടും ചോദിക്കുന്നു. എന്താ അതങ്ങനെ സംഭവിക്കുന്നത്? കേട്ട് കഴിഞ്ഞ കാര്യമാണ്, കേട്ട് മനസ്സിന് ബോധ്യപ്പെട്ട കാര്യമാണ്. പക്ഷെ കേട്ട് തനിക്ക് ബോധ്യപ്പെട്ട കാര്യത്തെ തന്നെ കേട്ടറിഞ്ഞാലേ മറക്കാൻ പറ്റും. അറിയാത്ത ഒന്നിനെ മറക്കാൻ പറ്റും. കേൾക്കുന്നു, അറിയുന്നു, വീണ്ടും അതിനെ വിസ്മൃത്യ വീണ്ടും ആവർത്തിക്കുന്നു. ഓരോ ജന്മങ്ങളിൽ ഇത് ആവർത്തിക്കുന്നു. അങ്ങനെ മറന്ന് മറക്കുക മാത്രമല്ല, വീണ്ടും എന്ത് ചെയ്യുന്നു, അവന്റെ മനസ്സിൽ ജിജ്ഞാസ ഉണ്ടാകും. എന്തുകൊണ്ട്? കേട്ട സംസ്കാരം ഉള്ളിൽ ഇരിപ്പുണ്ട്, ഭ്രാന്തി സംസ്കാരമുണ്ട്. ആ സംസ്കാരം കൊണ്ട് എന്ത് ചെയ്യുന്നു? അവതാരി വീണ്ടും ആ സംസ്കാരത്തെ ഉണർത്തുന്നു. ഈ ഭ്രാന്തി സംസ്കാരത്തെയും ജിജ്ഞാസത്തെയും തത്വജ്ഞാനത്തിന്റെ സംസ്കാരത്തെയും ഇത് രണ്ടും കൂടി ഒരുമിച്ച് ഉണർന്നു വരുന്നു. ചോദയതി പുനഃ ഉത്തരമാഹ ഭഗവാൻ. വീണ്ടും അവൻ ചോദിച്ചുകൊണ്ടേയിരിക്കുന്നു. ജന്മജന്മങ്ങളിൽ ഭഗവാനും എന്ത് ചെയ്യുന്നു? ഓരോ ജന്മങ്ങളിലും അവതരിച്ച് ഉത്തരവും പറഞ്ഞുകൊണ്ടിരിക്കുന്നു. ഇതിനാണ് സംസാരവും പറയുന്നത്. ഈ ചോദ്യത്തിന്റെയും ഉത്തരത്തിന്റെയും പ്രവാഹം. ഇവന്റെ അജ്ഞാനം കൊണ്ട് ഈ ജീവന് ഓരോ ജന്മങ്ങളിലും വീണ്ടും ഇത് കേൾക്കേണ്ടി വരുന്നു, ഇതിനെ മറക്കേണ്ടി വരുന്നു, വീണ്ടും ചോദ്യം ചോദിക്കേണ്ടി വരുന്നു. അതുകൊണ്ട് തന്നെ ഭഗവാനും ഓരോ ജന്മങ്ങളിലും ഇവനോട് ഇത് വീണ്ടും വന്ന് ഉത്തരവും പറയേണ്ടി വരുന്നു. ഇതാണ് സംസാരത്തിന്റെ ചിത്രം. അതുകൊണ്ടിത് ഇവന്റെ ഈ മിഥ്യാ സംസ്കാരത്തിന്റെ ദാർഢ്യം കൊണ്ട് ഭഗവാന് വീണ്ടും ഇവന്റെ മുമ്പിൽ വന്ന് പറയേണ്ടി വരുന്നു. പറയുന്നതിന് ചോദിക്കുന്നവന്റെ കുറ്റമല്ല. എന്തുകൊണ്ട്? ദുർവിജ്ഞേയത്വഞ്ച ആലക്ഷ്യ വസ്തുന. ഭഗവാനും ഇത് ചിന്തിക്കുന്നു. എന്താണോ ദുർവിജ്ഞേയത്വം? ഇത് ഗ്രഹിക്കുന്നതിന് പ്രയാസമുള്ള കാര്യം തന്നെയാണ്. ആലക്ഷ്യ, അതും ചിന്തിച്ചിട്ട് വസ്തുനഃ, ഈ പരമാത്മ വസ്തുവിന്റെ ദുർവിജ്ഞേയത്വം, ദുർഗ്രാഹ്യമാണ് എന്നുള്ളതും ഭഗവാൻ ചിന്തിച്ചിട്ട് എന്ത് ചെയ്യുന്നു? ഇവനോട് വീണ്ടും ഇത് ഉപദേശിക്കുന്നു. അവ്യക്തോയം അചിന്ത്യോയം ന ജായതേ മ്രിയതേ ഇത്യാദിന. ഈ ഭാഗങ്ങളെ കൊണ്ട് ഇവിടെ ഗീതയുടെ ഈ ഉപദേശ സന്ദർഭത്തിൽ പറഞ്ഞു. എന്താണ് ആത്മനി കർമാഭാവ? ഇവിടെ പറയുന്നതായ പരമാർത്ഥ തത്വം, ഈ കർമാഭാവം, ഈ കർമ്മഭ്രാന്തി, ഇത് പരമാർത്ഥത്തിൽ ആത്മാവിൽ നിലനിൽക്കുന്നില്ല എന്ന് ഭഗവാൻ പറയുമ്പോൾ, ഇവിടെ ഭഗവാൻ ഒരു വ്യക്തി, ഒരു അവതാര പുരുഷൻ തന്റെ വ്യക്തിപരമായ അഭിപ്രായം പറയുകയല്ല. ശ്രുതി സ്മൃതി ന്യായ പ്രസിദ്ധ. വേദത്തിൽ ഇത് സമ്മതമാണ്. സ്മൃതികൾക്ക് തുടർന്നു വരുന്ന മറ്റ് ഗ്രന്ഥങ്ങൾക്കിത് സമ്മതമാണ്. പിന്നെന്താണ്? ന്യായ പ്രസിദ്ധ. ഇതിനെല്ലാം വിട്ടിട്ട്, ശാസ്ത്രങ്ങളെ എല്ലാം വിട്ടിട്ട് കേവലം യുക്തിയെ അവലംബിച്ചു കഴിഞ്ഞാൽ ശരി, അവിടെയും സമ്മതമാണ്. ഉക്തോ വക്ഷ്യമാണ്. ഇതിനെക്കുറിച്ച് മുമ്പ് പറഞ്ഞിട്ടുണ്ട്. വക്ഷ്യമാനസ. ഇനി പറയാൻ പോകുന്നത്, ഉപദേശിക്കുന്നത് ഈ ഒരു കാര്യം തന്നെയാണ്. ഉപദേശത്തിൽ പുതുതായി ആർക്കുമൊന്നും തത്വത്തെ സംബന്ധിച്ച് ഉപദേശിക്കാനില്ല. മിഥ്യയെ സംബന്ധിച്ച് അനേക കാര്യങ്ങൾ ഉപദേശിക്കാൻ അനേകം പേർക്കുണ്ട്. പക്ഷെ തത്വത്തെ സംബന്ധിച്ച് പൂർവികന്മാരെന്താണോ പറഞ്ഞത് അത് തന്നെയാണ് ഇനി വരാൻ പോകുന്നവർക്കും ഇപ്പോൾ ഉള്ളവർക്കും പറയാനുള്ളത്. ആരും പുതുതായിട്ട് ഇതിനെ സംബന്ധിച്ച് ഒരു തത്വത്തെയും ഒരു ദർശനത്തെയും ആവിഷ്കരിക്കുന്നില്ല. തത്വം, അസത്യം, യാഥാർത്ഥ്യം, അത് പലരും ആവിഷ്കരിക്കുന്നുണ്ട്, പറയുന്നുണ്ട്. സത്യത്തെ അങ്ങനെ ആർക്കും ആവിഷ്കരിക്കാൻ സാധ്യമല്ല. അതൊന്നേ ഉള്ളൂ. അതാണ് ഉക്ത വക്ഷ്യമാണ്. അതുതന്നെയാണ് മുമ്പ് ഭഗവാൻ പറഞ്ഞത്, ഇനി പറയാൻ പോകുന്നു അത് തന്നെയാണ്. അതുകൊണ്ട് മനസ്സിൽ അങ്ങനെ ഒരു സംശയം വരാതിരിക്കാൻ വേണ്ടി പറയാണ്. എന്തിനീ പറഞ്ഞ കാര്യം വീണ്ടും പറയുന്നു? അത് വരാതിരിക്കാൻ വേണ്ടി പറയുന്നു.
തസ്മിൻ ആത്മനി കർമാഭാവേ അകർമ്മണി കർമ്മവിപരീത ദർശനം അത്യന്ത നിരൂഢം. തസ്മിൻ ആത്മനി, അങ്ങനെ ഇവിടെ വിവരിക്കപ്പെട്ടതായിരിക്കുന്ന ഈ പരമാത്മവസ്തുവിൽ കർമാഭാവേ അകർമ്മണി, അവിടെ കർമ്മമില്ല, അതിന്റെ സ്വരൂപം അകർമ്മമാണ്. കർമ്മവിപരീത ദർശനം, അവിടെ കർമ്മത്തെ സംബന്ധിച്ച് വരുന്ന കർമ്മന്താ എന്നിൽ സ്ഥിതി ചെയ്യുന്നു എന്നുള്ള ആ ഭ്രാന്തി അത്യന്ത നിരൂഢം, അത് വളരെ വേരുറച്ചു പോയതാണ്. അതുകൊണ്ട് അതിനെ നിർമ്മാർജ്ജനം ചെയ്യുന്നതിന് വേണ്ടി വീണ്ടും വീണ്ടും ഉപദേശിക്കേണ്ടി വരും. അതാണ് പറയുന്നതിന് താല്പര്യം. യതഃ, എന്തുകൊണ്ട് കിം കർമ്മ കിം അകർമ്മേതി കവിയുപ്യത്ര മോഹിതാഹ, കവികൾ, ക്രാന്തദർശികൾ, വിവേകികൾ കൂടി ഈ കാര്യത്തിൽ മോഹിതരായിരിക്കുന്നു, അജ്ഞന്മാരായിരിക്കുന്നതാണ്. കിം കർമ്മ കിം അകർമ്മേതി, എന്താണ് കർമ്മം, എന്താണ് അകർമ്മം. എന്താണ് കർമ്മം, എന്താണ് അകർമ്മം എന്ന് ഇവിടെ പറഞ്ഞ രീതിയിൽ തിരിച്ചറിയാതെ ഇവിടെ പറഞ്ഞു കഴിഞ്ഞു. എന്താണ് കർമ്മം, എന്താണ് അകർമ്മം, എന്താണ് കർമ്മത്തിലെ അകർമ്മദർശനം, എന്താണ് അകർമ്മത്തിലെ കർമ്മദർശനം. ഈ തത്വം മനസ്സിലാക്കാതെ കവികൾ കൂടി ക്രാന്തദർശികൾ കൂടി മോഹിതാഹ, ഈ വിഷയത്തിൽ എങ്ങനെ അവർ മോഹിച്ചിരിക്കുന്നു, അവരുടെ മോഹ അനുഭവം എങ്ങനെയാണ്. ദേഹാദ്യാശ്രയം കർമാത്മന്യധ്യാരോപ്യ, ദേഹം, മനസ്സ്, ഇതിനെല്ലാം ആശ്രയിച്ചിരിക്കുന്ന ഈ കർമ്മങ്ങളെ ആത്മന്യധ്യാരോപ്യ, തന്നിൽ ആരോപിച്ചിട്ട് തന്റെ യഥാർത്ഥ സ്വരൂപത്തിൽ, തന്റെ വാസ്തവ സ്വരൂപത്തിൽ അതിനെല്ലാം കൽപ്പിച്ചിട്ട് അഹം കർത്ത, ഞാൻ ചെയ്യുന്നവനാണ്, ഞാൻ പ്രവർത്തിക്കുന്നവനാണ്, മമ ഏതത് കർമ്മ, ഇതാണ് എന്റെ കർത്തവ്യമായിരിക്കുന്ന പ്രവൃത്തി, മയാസ്യ കർമ്മണ ഫലം ഭോക്തവ്യം, ഈ പ്രവൃത്തി ഞാനിപ്പോൾ ചെയ്യുന്നു, ഇതിന്റെ ഫലം എനിക്ക് അനുഭവിക്കേണ്ടതാണ്. ഇതിച്ച, അതുപോലെ തന്നെ യഥാഹം തൂഷ്ണീം ഭവാമി യേനഹം നിരായാസോ അകർമ്മ സുഖീ സ്യാം, അങ്ങനെയും അഹം തൂഷ്ണീം ഭവാമി, ഞാനിതാ നിശ്ചലനായിരിക്കുന്നു, സന്യാസിയായിരിക്കുന്നു. യേനഹം നിരായാസോ, അതുകൊണ്ട് എനിക്ക് യാതൊരു ആയാസമില്ല, കർമ്മത്തെ ഉപേക്ഷിച്ചതിന്റെ സുഖത്തിൽ ഞാനിരിക്കുകയാണ്. ഒരു പ്രവൃത്തിയും ചെയ്യാതെ ഇരിക്കുന്ന സുഖം, എല്ലാവരും ആഗ്രഹിക്കുന്നതായ കർമ്മത്യാഗം കൊണ്ട് കിട്ടുന്നതായ സുഖം, നിരായാസനായി അകർമ്മ, എനിക്ക് യാതൊരു പ്രവൃത്തിയില്ല, ഒരു പ്രവൃത്തി എനിക്ക് ചെയ്യണ്ട, ശരീരം കൊണ്ടോ മനസ്സുകൊണ്ടോ ചെയ്യണ്ട, സുഖി. അങ്ങനെ ആ പ്രവൃത്തിയെ ഉപേക്ഷിച്ച് ആ പ്രവൃത്തിയെ ത്യജിച്ചതുകൊണ്ടുള്ള സന്യാസത്തിൽ നിന്നുള്ള സുഖത്തെ ഞാൻ അനുഭവിച്ചുകൊണ്ടിരിക്കുന്നു. പണിയെടുക്കാതിരുന്നാൽ കിട്ടുന്ന സുഖം, ആ സുഖത്തെ അനുഭവിച്ചുകൊണ്ടിരിക്കുന്നു എന്ന് അവിവേകം കൊണ്ട് സന്യാസിയും ഭ്രമിച്ചിരിക്കുകയാണ്. ആ ഭ്രമത്തിന് അടിമപ്പെട്ടിരിക്കുകയാണ് കർമ്മത്തെ ത്യജിച്ചിരിക്കുന്ന സന്യാസി അർജുനനെ പോലെ. അർജുനനും എന്ത് ചെയ്തിരിക്കുന്നു, കർമ്മത്തെല്ലാം ഉപേക്ഷിച്ച് തേർത്തെടുത്തിരിക്കുകയാണ് സന്യാസിയായിട്ട്. ഇത് കാര്യകരണ വ്യാപാരോപരമം, കാര്യകരണ വ്യാപാരോപരമം, കാര്യകരണങ്ങളുടെ കാര്യമാണ് ശരീരം, കരണം, മനസ്സ്, ബുദ്ധി, കർമ്മേന്ദ്രിയങ്ങൾ, ഇതെല്ലാം കാരണങ്ങൾ. ഇതിന്റെ ഉപരമം പ്രവൃത്തിശൂന്യത. തത്കൃതം ച സുഖിത്വം, അതുകൊണ്ടുണ്ടാകുന്ന സുഖം, വാസ്തവത്തിൽ ജോലി ചെയ്യാതിരിക്കുമ്പോൾ ഒരുവനുണ്ടാകുന്ന സുഖം പരമാനന്ദം. ആ പരമസുഖത്തെ ആത്മന്യധ്യാരോപ്യ, അതും തന്നിൽ കൽപ്പിച്ചിട്ട്. ബ്രഹ്മചാരിമാർക്കെല്ലാം സ്വാമിയാകാൻ വേണ്ടിയിട്ട് വലിയ ആഗ്രഹമാണ്. കാരണം പിന്നെ പണിയൊന്നും എടുക്കണ്ടല്ലോ, ചെയ്യിപ്പിച്ചാൽ ചെയ്യണ്ട, അങ്ങനെ ഒരു സുഖത്തെ കാക്ഷിച്ചുകൊണ്ട് ആത്മന്യധ്യാരോപ്യ, അത്തരം ഒരു സുഖത്തെ തന്നിൽ ആരോപിച്ചിട്ട് കൽപ്പിച്ചിട്ട്, നഗരോമി കിഞ്ചിത്, എനിക്ക് ഒന്നും ചെയ്യേണ്ട കാര്യമില്ല, ഞാനൊന്നും ചെയ്യുന്നില്ല, തൂഷ്ണീം സുഖമാസം, ഞാൻ ഒന്നും ചെയ്യാതെ വളരെ സുഖിമാനായിരിക്കുന്നു. ഇത് അഭിമന്യതേ ലോക, ഇങ്ങനെ ഈ ജീവന്മാരെല്ലാം അഭിമാനിക്കുന്നു. വൃഥ, ഈ അഭിമാനം എന്താണ്? നേരത്തെ പറഞ്ഞു വിപരീത ദർശന ഭാവിതതയാണ്. വിപരീത ജ്ഞാനത്തിന്റെ സംസ്കാരം കൊണ്ടുണ്ടാകുന്നതാണ്.
അജ്ഞാനജന്യമാണ്. ഇതൊന്നും തിരിച്ചറിയാതെ ഇതിലഭിമാനിച്ച് സന്യാസിയായിട്ട് അവനിരിക്കുന്നു. തത്ര ഇദം ലോകസ്യ വിപരീത ദർശന അപനയനായ ആഹ ഭഗവാൻ കർമ്മണ്യകർമ്മയ പശ്യേതിത്യാദി. തത്ര കാര്യങ്ങൾ എല്ലാം ഇങ്ങനെയായിരിക്കെ, ഒരു ജീവന്റെ വാസ്തവസ്ഥിതി ഇങ്ങനെയായിരിക്കെ, ഇദം ലോകസ്യ വിപരീത ദർശനം, സർവജീവന്മാർക്കും സാർവത്രികമായി ഉണ്ടായിരിക്കുന്ന ഈ വിപരീത ജ്ഞാനത്തെ അപനയനായ ഇല്ലാതാക്കുന്നതിന് വേണ്ടി ആഹ ഭഗവാൻ പറയുന്നു. ഇവിടെ എന്താണ് കർമ്മയോഗം, എന്താണ് സന്യാസമല്ലാത്തതെന്ന് വ്യക്തമായി പറയുകയാണ്. പക്ഷെ ഇതൊന്നും മനസ്സിലാക്കാൻ തയ്യാറാകാതെയാണ് ഈ ആൾക്കാരെല്ലാം സന്യാസിമാരാകുന്നു. സന്യാസിയാകുന്നത് വളരെ എളുപ്പമായിട്ടാണ് എല്ലാവരും ധരിച്ചിരിക്കുന്നത്. കാവ്യം എടുത്തു കഴിഞ്ഞാൽ തല മുട്ടയടിക്കുകയോ അല്ലെങ്കിൽ നീട്ടി വളർത്തുകയോ ചെയ്തു കഴിഞ്ഞാൽ ഒരു രുദ്രാക്ഷമാലയും കുറച്ച് ചായവും കൂടി അടിച്ചു കഴിഞ്ഞാൽ സ്വാമിയായി. എത്ര എളുപ്പത്തിലുള്ള പണിയാണ്. അങ്ങനെ സ്വാമിയാകുന്ന ആരും ഒരിക്കലും ഈ സാമിത്വം ഇവിടെ കൊണ്ടുവരികയും പ്രചരിപ്പിക്കുകയും ചെയ്ത ആരാണ്? ശങ്കരാചാര്യരാണ്. ഈ ശങ്കരാചാര്യർ പറഞ്ഞിരിക്കുന്ന ഈ തത്വത്തെ ഒരിക്കലും അവർ മനസ്സിലാക്കില്ല. ഒരു സന്യാസി മനസ്സിലാക്കാൻ മെനക്കെടത്തില്ല. ആണ് ഏറ്റവും വലിയ കഷ്ടം. സൗകര്യം കിട്ടിക്കഴിഞ്ഞാൽ ശങ്കരാചാര്യരെക്കാളും അല്പം കൂടി ബുദ്ധി തനിക്കുണ്ടെന്ന് പ്രകടിപ്പിക്കാൻ ശ്രമിക്കും. ശങ്കരാചാര്യർ ചില ഭാഗങ്ങളിൽ വിവരക്കേടുണ്ടായിരുന്നു, അതുകൂടെ തിരുത്തും. അത് ഒരിക്കലും എന്താണ് പറഞ്ഞിരിക്കുന്നത് സന്യാസത്തെക്കുറിച്ച്, കർമ്മത്തെക്കുറിച്ച് ഇതൊന്നും മനസ്സിലാക്കുക. പൊതുവെ എല്ലാ സന്യാസിമാർക്കും ഒരു ധാരണയുണ്ട്. എന്താണോ സന്യാസി എന്ന് പറഞ്ഞാൽ പിന്നെ ഒന്നും ചെയ്യണ്ട. ആശ്രമത്തിൽ വന്നു കഴിഞ്ഞാൽ എത്രയും പെട്ടെന്ന് സന്യാസിയാണ്. സന്യാസി ആയി കഴിഞ്ഞാൽ പിന്നെ സുഖമാണ്, കർമ്മത്യാഗം, കർമ്മയോഗം. അതൊക്കെ ബ്രഹ്മചാരിമാർക്കും ഗൃഹസ്ഥന്മാർക്കും ഒക്കെ ഉള്ളതാണ്. വിവരം കെട്ടവന്മാർക്കുള്ള പണിയാണ്. നമ്മൾ വിവരമുള്ളവരാണ്, നമുക്കൊന്നും ചെയ്യേണ്ട കാര്യമില്ല. എല്ലാ ആശ്രമങ്ങളിലും ഇങ്ങനെയാണ്. എല്ലാ സന്യാസിമാരും ഇങ്ങനെയാണ്. ഒരിക്കലും ഒരു ശങ്കരാചാര്യർ പറഞ്ഞത് മനസ്സിലാക്കാൻ ശ്രമിക്കത്തില്ല. എന്നാൽ ശങ്കരാചാര്യരുടെ പരമ്പരയാണെന്ന് അഭിമാനിക്കും. ശങ്കരാചാര്യരുടെ പേരിൽ സന്യാസിയാണെന്നുള്ള അഭിമാനം, സമ്പ്രദായ അഭിമാനങ്ങൾ കൊണ്ട് നടക്കും. തത്ര ഇതം ലോകസ്യ വിപരീത ദർശനം. ഇതൊരു വിപരീത ദർശനമാണ് ഈ സന്യാസം. സന്യാസം എന്ന് പറയുന്നത് അധപ്പതിച്ചത് ഇതുകൊണ്ടാണ്. നമ്മുടെ ഈ സന്യാസ സമ്പ്രദായങ്ങൾ മുഴുവൻ ഇതുകൊണ്ട് തന്നെ അധപ്പതിച്ചു പോയി. എന്തുകൊണ്ട്? ആചാര്യസ്വാമികളുടെ ദർശനം സന്യാസത്തെ സംബന്ധിച്ചുള്ള എന്താണെന്നും മനസ്സിലാക്കാത്തതുകൊണ്ട്. മനസ്സിലാക്കാനോട്ട് ശ്രമിക്കുന്നതുമില്ല. ശ്രമിക്കാതെ മനസ്സിലാക്കാതെ തന്നെ സന്യാസിയാകാമെങ്കിൽ പിന്നെ മനസ്സിലാക്കുന്ന എന്തിനും ആണ് എല്ലാ സന്യാസിമാരും ചോദിക്കുന്നത്. ഇതൊന്നും കൂടാതെ തന്നെ നമുക്ക് സന്യാസിയാകാമെങ്കിൽ പിന്നെ പ്രയാസപ്പെട്ട് ഇതൊക്കെ എന്തിനാ ധരിക്കുന്നത്? അത് അപനയനായ ആ ഒരു ഭ്രാന്തി ദർശനത്തെ ഇല്ലാതാക്കുന്നതിന് വേണ്ടി ഭഗവാൻ പറയുന്നു കർമ്മണ്യ അകർമ്മ യപ്പശ്യേ. കർമ്മത്തിൽ ആരാണോ അകർമ്മത്തെ കാണുന്നത് ഇത്യാദി എന്നാണ് ഭാഷ്യം. തുറന്നു വരുന്നു. അത്രച്ച കർമ്മകർമ്മൈവ സത് കാര്യകരണാശ്രയം കർമ്മരഹിതേ അവിക്രിയേ ആത്മനി സർവൈരധ്യസ്ഥം യഥാ പണ്ഡിതോ വി അഹം കരോമീതി മന്യത്തെ പറയുന്നു. അത്ര കർമ്മകർമ്മൈവ സത്. കർമ്മം കർമ്മമായി തന്നെ ഇരിക്കുന്നു. കർമ്മത്തിന്റെ ആ രൂപത്തെ ഭഞ്ജിക്കുന്ന, കർമ്മത്തിന്റെ ആ സ്വഭാവത്തെ മറിക്കുന്നതിന്, മാറ്റിമറിക്കുന്നതിന്, തിരുത്തുന്നതിന് ആർക്കും കഴിയുന്നില്ല. ആ കർമ്മത്തെ കർമ്മമായി തന്നെ ഉൾക്കൊണ്ടുകൊണ്ട് അതെങ്ങനെ കാര്യകരണാശ്രയം, കാര്യകരണങ്ങളെ ആശ്രയിച്ചിരിക്കുന്നു. കാര്യമായിരിക്കുന്ന ഈ ശരീരത്തെയും കർണങ്ങളായിരിക്കുന്ന നമ്മളെ കർമ്മേന്ദ്രിയങ്ങളെയും
ജ്ഞാനേന്ദ്രിയങ്ങളെയും മനസ്സിനെയും എല്ലാം ആശ്രയിച്ച് കർമ്മരഹിതേ അവിക്രിയേ ആത്മനി, വാസ്തവത്തിൽ കർമ്മമില്ലാത്തതായ വാസ്തവത്തിൽ സ്പന്ദനങ്ങളൊന്നും ഇല്ലാത്തതായിരിക്കുന്ന തന്നിൽ തന്നെ, മറ്റൊരിടത്തല്ല, തന്നിൽ തന്നെ സർവൈഹി അധ്യസ്ഥം, സർവരും ആരോപിച്ചിരിക്കുകയാണ് ഈ കർമ്മത്തെ. ആരോപത്തിന്റെ സ്വരൂപമാണെന്തോന്ന് ഞാൻ ചെയ്യുന്നു എന്നുള്ള നമ്മുടെ അനുഭവം. ഞാനിതാ ചെയ്യുന്നു. കർമ്മയോഗിയുടെ അനുഭവം അത് തന്നെയാണ്. അതുകൊണ്ടാണ് കർമ്മയോഗി അജ്ഞനെന്ന് പറയുന്നത്. കർമ്മയോഗിക്ക് കർത്തൃത്വ ബുദ്ധിയുണ്ടെന്ന് പറയുന്നത് അതുകൊണ്ടാണ്. സർവരും അതിനെ ആരോപിച്ചിരിക്കുന്നു. യുധ പണ്ഡിതോപി, അതുകൊണ്ട് തന്നെയാണെന്ത്, പണ്ഡിതൻ കൂടി, വിവേകശാലിയായിട്ടുള്ളവൻ കൂടി പറയുന്നു എന്താണ്, അഹങ്കരോമി ഇതി മന്യതേ, ഞാൻ ഇതാ പ്രവർത്തിക്കുന്നു, ഞാൻ പ്രവർത്തിക്കുന്നു എന്നവൻ ധരിച്ചു പോകുന്നു. പശ്വാദിപിഷ്ട വിശേഷ ബ്രഹ്മസൂത്രത്തിൽ നമ്മൾ ആ വിഷയം വിശദമായി ചർച്ച ചെയ്തതാണ്. വിവേകശാലി കൂടി കരുതിപ്പോകുന്നു, ഉള്ളിൽ തോന്നിപ്പോകുന്നു എന്താണ്, ഞാൻ ചെയ്യുന്നു എന്നുള്ള അനുഭവം സഹജമായി വന്നു ചേരുന്നു. അത് കേവലം ഒരു അഭിമാനത്തെക്കുറിച്ച് പറയുകയല്ല, സാർവത്രികമായ അനുഭവത്തെക്കുറിച്ച് പറയുകയാണ്. അതിൽ അഭിമാനം ഉണ്ടോ ഇല്ലേ എന്നുള്ളതല്ല. സർവർക്കും അങ്ങനെ ഒരു അനുഭവം സഹജമായി അവനറിയാതെ തന്നെ അവന്റെ ഉള്ളിൽ കടന്നു വരുന്നു. എന്താണ്, ഞാനിതാ ഇത് ചെയ്തു പോകുന്നു. അജ്ഞന് വരുന്നതിൽ നമുക്ക് ആശ്വസിക്കാം. പക്ഷെ വിവേകികൾക്ക് കൂടി അങ്ങനെ ഒരു അനുഭവം വരുന്നു എന്നാണ്. അതഃ ആത്മസമവേതതയാ സർവലോകപ്രസിദ്ധേ കർമ്മണി നദീകൂരസ്ഥേഷു അവിക്ഷേഷു ഗതിഹി പ്രാതിലോമ്യേന അകർമ്മ കർമാഭാവം യഥാഭൂതം ഗത്യഭാവമിവ വിക്ഷേഷിയ പശ്യേ. അതുകൊണ്ട് എന്ത് വേണം? അതഃ ആത്മസമവേതതയാ, തന്നോട് ചേർന്ന്, ആരാണോ ആത്മാവിനെ കുറിച്ച് ചിന്തിക്കുന്നത്, കർമ്മത്തെക്കുറിച്ച് ചിന്തിക്കുന്നത്, കർമാഭാവത്തെക്കുറിച്ചും കർമ്മത്യാഗത്തെക്കുറിച്ചും കർമ്മയോഗത്തെയൊക്കെ കുറിച്ച് ചിന്തിക്കുന്നവൻ, അവനോട് ചേർന്ന്, അങ്ങനെ ആരാണ് ചിന്തിക്കുന്നത്? ഈ ജീവൻ, പറയുന്നവനും കേൾക്കുന്നവൻ, അവനോട് ചേർന്ന്, സർവ്വജീവന്മാരോടും ചേർന്ന് സമവേതമായിരിക്കുക എന്ന് വെച്ചാൽ വേർപിരിക്കാൻ വയ്യാത്ത രീതിയിൽ തന്നോട് അഭേദ്യമായി ബന്ധപ്പെട്ടിരിക്കുന്ന ഈ അനുഭവം. ഇവിടെ ഒരാൾക്ക് വേർതിരിക്കാൻ പാടില്ല, ഇത് ഞാൻ, ഇതെന്റെ കർമ്മം, അങ്ങനെ വേർതിരിക്കാൻ പറ്റുന്നില്ല. ഞാൻ ഇതിലെന്നിൽ കൽപ്പിച്ചതാണ്, അങ്ങനെയൊന്നും വേർതിരിച്ചറിയാൻ പറ്റുന്നില്ല. അങ്ങനെ ഒട്ടിച്ചേർന്നിരിക്കുന്നതാണ്. സർവലോക പ്രസിദ്ധി, സർവ്വജീവന്മാരുടെ അനുഭവമാണ്. പ്രസിദ്ധി എന്ന് വെച്ചാൽ അനുഭവം, മലയാളത്തിൽ പറയുന്ന പ്രസിദ്ധിയാണ്. സർവ്വജീവന്മാരുടെയും അനുഭവമായിരിക്കുന്നു എന്ത്? കർമ്മം. തനിക്ക് അതിൽ നിന്ന് വേർപെടാൻ വയ്യാതെ, അല്ലെങ്കിൽ തനിക്ക് തന്നിൽ നിന്ന് അതിനെ വേർപെടുത്താൻ വയ്യാതെ, തന്റെ സാർവത്രികമായ അനുഭവമായി സദാകാലത്തും സർവകാലത്ത് സർവദേശത്തുള്ളതായ അനുഭവമായിരിക്കുന്ന ആ കർമ്മം നദീ കൂലസ്ഥേഷു വൃക്ഷേഷു ഗതിഹി, എങ്ങനെയാണോ നദീതീരത്തിലുള്ള വൃക്ഷങ്ങളിൽ വിപരീതഗതി കാണുന്നത്, പ്രാതിലോമ്യേന വിപരീതമായി, അങ്ങനെയുള്ള ആ ഗതിയിൽ അകർമ്മ കർമാഭാവം, അതിൽ കർമ്മഭാവത്തെ കാണണം, വിവേകം കൊണ്ട് കാണണം. യഥാഭൂതം, അതാണ് സത്യം. യഥാഭൂതം എന്നുവെച്ചാൽ സത്യം, അതാണ് പരമാർത്ഥം. ഗത്യഭാവമോ വൃക്ഷേഷു, എങ്ങനെയാണോ ആ വൃക്ഷം വേഗത്തിൽ ചലിച്ചുകൊണ്ടിരിക്കുമ്പോൾ തന്നെ അവൻ ബുദ്ധി കൊണ്ട് ഗ്രഹിക്കുന്നത് ചലിക്കുന്നില്ല, അവന്റെ പ്രതീതി, അതാണ് അവിടുത്തെ വ്യത്യാസം. അതിവേഗത്തിൽ ആ വൃക്ഷം ചലിച്ചുകൊണ്ടിരിക്കുമ്പോൾ, വാഹനത്തിയിരിക്കുമ്പോൾ, കുട്ടികളാണെങ്കിൽ അത് സത്യമായി തന്നെ കാണുന്നു. അവർ വളരെ ആശ്ചര്യത്തോടുകൂടി അത് നോക്കിയിരിക്കും, ഇതെങ്ങനെയാണ് ഇത് സഞ്ചരിക്കുന്നത്. അവർക്കതിനെ വേർതിരിച്ചറിയാൻ കഴിയത്തില്ല. ഇത് സഞ്ചരിക്കുന്നു, ഇത് സഞ്ചരിക്കാതിരിക്കുകയാണോ, തൽക്കാലത്തേക്ക് സഞ്ചരിക്കുകയാണോ, അങ്ങനെയൊക്കെ അവർ സംശയിച്ചു പോകും. പക്ഷെ വിവേകിയാണെങ്കിലോ പെട്ടെന്ന് തിരിച്ചറിയുന്നു
ഇതൊരു അനുഭവമാണ്, പക്ഷെ ഇത് സത്യമല്ല. അനുഭവത്തെ കേവലമായ യഥാർത്ഥമായ അനുഭവമായിട്ട് തന്നെ കാണുന്നു. അതാണ് ഗത്യഭാവം വൃക്ഷേഷു. മുതിർന്ന ഒരാള് ആ വൃക്ഷത്തിലുള്ള ചലനത്തെ ചലനമല്ല, വാസ്തവത്തിൽ അവിടെ ചലനം നടക്കുന്നില്ല എന്ന് കാണുന്നു. അതുപോലെ അതുപോലെ കർമ്മയോഗിയും കാണുന്നു. സന്യാസി, യഥാർത്ഥ സന്യാസി അവനും കാണുന്നു. വിവേകിയും കാണുന്നു. എന്താണ്? താനീ പ്രവൃത്തികൾ ഇത്രയും താല്പര്യപൂർവ്വം ശ്രദ്ധയോടുകൂടി സാമർഥ്യത്തോടുകൂടി ഇതെല്ലാം ചെയ്തുകൊണ്ടിരിക്കെ തന്നെ തന്നിലിതൊന്നുമില്ല എന്ന് കാണുന്നു. അതാണ് കർമ്മയോഗം. കർമ്മസ് കൗശലം എന്ന് ഗീതയിൽ പറഞ്ഞത്. അല്ലാതെ കർമ്മം സമർത്ഥമായി ചെയ്യുക, നല്ലവണ്ണം ചെയ്യുക, തളരാതെ ചെയ്യുക, കർമ്മത്തിൽ ന്യൂനതകളില്ലാതെ ചെയ്യുക, ഇതൊന്നുമല്ല കർമ്മയോഗം എന്ന് പറയുന്നത്. അത്തരം കർമ്മങ്ങൾ ചെയ്യുന്നതിനെ നമുക്ക് ശ്രേഷ്ഠമായ കർമ്മമെന്ന് വിളിക്കാം. അത് കർമ്മത്തിന്റെ ബാഹ്യമായൊരു മഹത്വമാണ്. കർമ്മത്തിൽ അതൊക്കെ ആവശ്യമാണ്. പക്ഷെ അതൊന്നും കർമ്മയോഗമല്ല. അത് നമ്മൾ തിരിച്ചറിയും. നമ്മൾ തളരാതെ കർമ്മം ചെയ്തു കഴിഞ്ഞാൽ, പകല് കർമ്മം ചെയ്തു, രാത്രി കൂടി ഉറക്കം എണീറ്റിരുന്ന് കർമ്മം ചെയ്തു കഴിഞ്ഞാൽ അത് കർമ്മയോഗം ആകത്തില്ല. നമ്മൾ ചെയ്യുന്ന കർമ്മങ്ങളിൽ മറ്റൊരാൾ കുറ്റങ്ങൾ ചൂണ്ടിക്കാണിക്കാതിരുന്നാൽ, അത്രയും പെർഫെക്ഷൻ, പൂർണ്ണത നമ്മുടെ കർമ്മത്തിൽ വരുത്തി കഴിഞ്ഞാൽ അതുകൊണ്ട് അത് കർമ്മയോഗം ആകത്തില്ല. വളരെ ശ്രദ്ധയോടുകൂടി ഏകാഗ്രമായിട്ട് കർമ്മത്തിന്റെ ദോഷഫലങ്ങളൊന്നും വരാത്ത രീതിയിൽ കർമ്മത്തെ ശ്രദ്ധിച്ച് ചെയ്താൽ അത് കർമ്മയോഗം ആകത്തില്ല. അതിന് ശ്രേഷ്ഠമായ കർമ്മങ്ങളാണ്, തീർച്ചയായിട്ടും അംഗീകരിക്കേണ്ട കർമ്മങ്ങളാണ്. പക്ഷെ കർമ്മയോഗി എന്താണ്? പശ്യേത്. കർമ്മയോഗി എന്ന് പറയുന്നവൻ ഈ കർമ്മങ്ങൾ തന്നിൽ ഈ പറയുന്ന ശ്രേഷ്ഠതയോടുകൂടി നടന്നുകൊണ്ടിരിക്കെ തന്നെ വാസ്തവത്തിൽ തന്നിൽ കർമ്മം സംഭവിക്കുന്നില്ല എന്ന് അനുസന്ധാനം ചെയ്യുന്നതാണ് കർമ്മയോഗം. ആണ് യോഗ കർമ്മസ് കൗശലം. അവിടെ ഭാഷ്യകാരൻ പറഞ്ഞു, സ്വതേ ബന്ധനകാരിയായിരിക്കുന്ന ഈ കർമ്മത്തെ അങ്ങനെ അല്ലാതാക്കി തീർക്കുന്ന സാമർഥ്യം അതാണ്. അതിനെയാണ് നമ്മൾ കർമ്മയോഗം എന്ന് ധരിക്കേണ്ടതും മറ്റുള്ളവരെ ധരിപ്പിക്കേണ്ടതും. അല്ലാതെ കർമ്മത്തിലുള്ള മിടുക്കല്ല. കർമ്മസ് കൗശലം എന്ന് പറഞ്ഞാൽ ബാഹ്യമായി ലോകർ ധരിക്കുന്നത് പോലെയുള്ള കർമ്മത്തിലുള്ള മിടുക്കിനെയല്ല കർമ്മയോഗം എന്ന് പറയുന്നത്. കർമ്മത്തിലുള്ള മിടുക്കിനെ കർമ്മത്തിലുള്ള മിടുക്കെന്ന് പറഞ്ഞാൽ മതി, ഉള്ള സാമർഥ്യം എന്ന് പറഞ്ഞാൽ മതി. അത് കർമ്മയോഗമല്ല. കർമ്മയോഗം എന്ന് പറയുന്നത് എന്താണ്? കർമ്മയോഗിയിൽ സദാ നിലനിൽക്കുന്ന ആന്തരികമായ ഭാവനയാണ് കർമ്മയോഗം. അതാണ് കർമ്മയോഗത്തിന്റെ മർമ്മം. അത് ബാഹ്യമായ കർമാനുഷ്ഠാനമായി ബന്ധപ്പെട്ടിരിക്കുന്ന ഒരു ക്രിയയല്ല. അത് വ്യക്തിയുടെ കർമ്മത്തെ സംബന്ധിച്ചുള്ള കാഴ്ചപ്പാടാണ് കർമ്മയോഗം. കർമ്മത്തിലുള്ള യോഗം, സമത്വം, യോഗവിച്ഛേദ എന്നുള്ളത് വ്യാഖ്യാനിച്ച ഭാഗത്ത് നമ്മളത് വ്യക്തമാക്കി. അതുകൊണ്ട് കർമ്മയോഗത്തെ ഒരിക്കലും നമ്മൾ തെറ്റിദ്ധരിക്കരുത്. ശരിയായി ആരോടും പറഞ്ഞു കൊടുത്തില്ലെങ്കിലും കുഴപ്പമില്ല, തെറ്റായി ജനങ്ങളെ ബോധവൽക്കരിച്ചു കളയരുത്. അതിനുവേണ്ടിയിട്ടാണ് അതിവിടെ പറയുന്നത് യപ്പശ്യേൽ അകർമ്മണിച്ച. അപ്പോൾ കർമ്മത്തിൽ അകർമ്മത്തെ കാണണം എന്ന് പറയുന്നത് നമ്മൾ വ്യക്തമായി തന്നെ ധരിക്കും. കർമ്മയോഗിയെ സംബന്ധിച്ചിടത്തോളം ഉറക്കത്തിൽ നിന്ന് വിളിച്ചുണർത്തി ചോദിക്കുകയാണ്, എന്താണ് കർമ്മയോഗം, എന്താണ് കർമ്മത്തിൽ അകർമ്മ ദർശനം എന്ന് പറഞ്ഞാലും അവനത് പറയാൻ കഴിയണം. എന്തുകൊണ്ട്? ഇത് അനുഷ്ഠിക്കുന്നവനാണെങ്കിലേ പറയാൻ കഴിയും. പലരും എന്ന് പറയേണ്ട, മിക്ക പേരും എന്ന് പറഞ്ഞാലും തെറ്റൊന്നുമില്ല. ഇതിങ്ങനെ കേട്ടുകൊണ്ടിരിക്കുന്നു. കുറച്ച് കഴിഞ്ഞിട്ട് വേറൊരു സന്ദർഭത്തിൽ എന്താണ് ഈ കർമ്മത്തിൽ അകർമ്മ ദർശനം എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എന്നാണ്.
എന്തുകൊണ്ട്? കാരണം കേൾക്കുന്നതേ ഉള്ളൂ, സ്വന്തം അനുഷ്ഠാനത്തിൽ വരുന്നു. സ്വന്തം അനുഷ്ഠാനത്തിൽ വരികയാണെങ്കിൽ പിന്നെ ഇത് മറക്കാനൊക്കത്തില്ല. മറക്കുന്നതിനാണ് ക്ലേശം, ഓർക്കുന്നതിനല്ല ക്ലേശം. ഇത് ഓർക്കുന്നത് ക്ലേശകരമായിരിക്കുന്നത് എന്തുകൊണ്ട്? കേൾക്കുന്നതേ ഉള്ളൂ, അവന്റെ അന്ധകരണത്തിൽ പതിയുന്നില്ല, തന്റെ ജീവിതവുമായി അതിന് ബന്ധപ്പെടുന്നില്ല. കേട്ട് കഴിയുമ്പോൾ പിന്നെ കേൾവി വേറെയായിരിക്കുന്നു, പ്രവൃത്തി വേറെയായിരിക്കുന്നു. അതുകൊണ്ടിത് മറക്കാതിരിക്കുക എന്ന് പറയുന്നത് ഇതിന്റെ അനുഷ്ഠാനമാണ്. ഇത് തന്റെ ജീവിതത്തിന്റെ ഭാഗമായിട്ടുണ്ടെങ്കിൽ പിന്നെ ഇത് അയാൾക്ക് മറക്കാനൊക്കത്തില്ല. ആർക്കെങ്കിലും ഇതിനെക്കുറിച്ച് സംശയം വന്നു കഴിഞ്ഞാൽ ആ സംശയത്തെ ദൂരീകരിക്കാൻ പറ്റും. അതുപോലെ കർമ്മത്തിൽ എങ്ങനെയാണോ അകർമ്മത്തെ കാണുന്നത്, അതുപോലെ അകർമ്മണിച്ച അകർമ്മത്തിനും കാര്യകരണ വ്യാപാര ഉപരമേ, കാര്യകരണ വ്യാപാര ഉപരമം, വിശ്രാന്തി, ശരീരത്തിന്റെ വിശ്രമം, മനസ്സിന്റെ വിശ്രമം, ഇന്ദ്രിയങ്ങളുടെ വിശ്രമം, നമ്മൾ സാധാരണ അനുഭവിക്കുന്ന വിശ്രമം, പ്രവൃത്തി ചെയ്യാതിരിക്കൽ, ആ സുഖം, അതാണ് കാര്യകരണ വ്യാപാര ഉപരമം. കർമ്മം ചെയ്യാതെ ഇരിക്കുന്നത് കൊണ്ട് നമ്മൾ അനുഭവിക്കുന്നതായ ഒരു സുഖം, എല്ലാവരും ആഗ്രഹിക്കുന്നതായ സുഖം, അതിനെയും എന്ത് ചെയ്യുന്നു? അതും കർമ്മവത് ആത്മനി അധ്യാരൂപിതേ, അതും വിവേകി തിരിച്ചറിയുന്നു. എന്താണ്? അതിനും കർമ്മത്തിന്റെ സ്ഥാനം തന്നെയാണ്. കർമ്മത്തെ എങ്ങനെയാണോ താൻ തന്നിൽ കൽപ്പിച്ചത്, ആരോപിച്ചത്, ഇതാ ഞാൻ ചെയ്യുന്നു, അതുപോലെ മറ്റൊരു കൽപ്പനയാണ് ഞാൻ ചെയ്യുന്നില്ല, ഞാൻ സുഖിക്കുന്നു എന്നുള്ള കൽപ്പന. എന്നിലൊരു പ്രവൃത്തിയും നടക്കുന്നില്ല, ഞാൻ സന്യസിച്ചിരിക്കുന്നു, എനിക്കൊന്നും ചെയ്യാനില്ല. സന്യാസിക്ക് എന്താ കർമ്മം? സന്യാസിയെല്ലാം ഉപേക്ഷിച്ചവനല്ലേ, പിന്നെ സന്യാസിയോട് കർമ്മം ചെയ്യാൻ ആരാ ആവശ്യപ്പെടുന്നു? ഇങ്ങനെയെല്ലാം കരുതി സുഖിക്കുന്നു, മാനസികമായി സുഖിക്കുന്നു. അതുമെന്താണ്? കർമ്മവത് ആത്മനി അധ്യാരോപി. അതൊരു വിപരീത ഭ്രാന്തിയാണ്, വിപരീത ദർശനമാണ്, ഭ്രാന്തിയാണത്. കർമ്മവും ഇതുമായിട്ട് യാതൊരു വ്യത്യാസമില്ല, രണ്ടും ഒന്ന് തന്നെ. ഇവിടെ ഭാഷ്യകാരൻ പറയുന്നത് അങ്ങനെയുള്ള നമ്മുടെ ആ കർമ്മത്യാഗവും അതിൽ നിന്ന് നമ്മൾ അനുഭവിക്കുന്ന ആ സുഖവും അതും കർമ്മം തന്നെ. തൂഷ്ണീം അകുർവൻ സുഖം ആസ്തേ, അവന്റെ അനുഭവം എങ്ങനെയാണോ? ഞാനിതെല്ലാം ഉപേക്ഷിച്ചിരിക്കുന്നു, സ്വസ്ഥമായിരിക്കുന്നു. ചൊല്ലു പറയുമല്ലോ, എല്ലാം വിട്ടിട്ട് ഞാൻ സ്വസ്ഥമായിരിക്കുന്നു. ആശ്രമത്തിൽ സ്വസ്ഥമായിരിക്കുന്നതിന് സമയം കിട്ടുന്നില്ല, അവസരം കിട്ടുന്നില്ല. ഇവിടെ കർമ്മയോഗമാണ്, ഞാൻ ആഗ്രഹിക്കുന്ന സ്വസ്ഥതയാണ്. ചൊല്ലുവെന്ന് ചോദിക്കും, സ്വസ്ഥമായിരിക്കാൻ പറ്റിയ ഏതെങ്കിലും ആശ്രമമുണ്ടോ? വെറുതെ പറയുകയല്ല. ഈ അടുത്ത കാലത്ത് ഒരാളെന്ന് ചോദിച്ചു, 6 മാസം സ്വസ്ഥമായിരിക്കാൻ പറ്റിയ ഒരു ആശ്രമമുണ്ടോ? ഞാൻ പറഞ്ഞുകൊണ്ട് ഇവിടെ തന്നെ ഉണ്ടെങ്കിൽ പോരെ, സ്വസ്ഥത എന്താണെന്ന് ഞാൻ പഠിപ്പിച്ചു തരാം. 6 മാസമല്ല, ജീവിതം മുഴുവൻ ഇവിടെ സ്വസ്ഥമായിട്ടിരുത്തി തരാം, ഇനി പോരെ. അയ്യോ അങ്ങനെയാണെങ്കിൽ വരുന്നില്ല, എന്തോ കുഴപ്പമുണ്ടാകും. സ്വസ്ഥമായിരിക്കാൻ പറ്റിയ സ്ഥലം എല്ലാവരും താനൂടെ പറയുന്നത് തൂഷ്ണിയും കുറുവൻ സുഖം ആസേ, ഒന്നും ചെയ്യാതെ സുഖമായിട്ടിരിക്കുന്നു. സുഖമായിരിക്കുമ്പം കൃത്യമായ സമയത്ത് ഭക്ഷണം കൂടെ കിട്ടിക്കഴിഞ്ഞാൽ അത് കൂടുതൽ സ്വസ്ഥമാകും. അത് നല്ല ടേസ്റ്റുള്ള ഭക്ഷണമാണെങ്കിൽ പിന്നെ പറയാനുമില്ല, അങ്ങനെ സുഖമായിട്ടിരിക്കും. അതുകൊണ്ടാണ് പലരും പറയുന്നത്, എന്താ വീട്ടിൽ വീഴ്ച എന്തിനാ ആശ്രമത്തിൽ? വീട്ടിൽ ഒരുപാട് പ്രാരബ്ധങ്ങളുണ്ട്, കർമ്മങ്ങളുണ്ട്, പ്രവൃത്തികളുണ്ട്. അതെല്ലാം ഉപേക്ഷിച്ചിട്ടാണ് ആശ്രമത്തിൽ വരുന്നത്, എല്ലാം സന്യസിച്ചിട്ടാണ് വരുന്നത്. ഇവിടെ വരുമ്പോഴും വീണ്ടും അത് തന്നെ, കർമ്മം, പ്രവൃത്തി. അപ്പൊ എന്നാണ് ഇനി ഒരു സ്വസ്ഥത കിട്ടുന്നത്? വിശ്രാന്തി എന്നാണ് വരുന്നത്. ഈ പറയുന്നത് പോലെ തൂഷ്ണിയും കുറുവൻ സുഖമാസി, ഒന്നും ചെയ്യാതെ സുഖമായിട്ടിരിക്കുന്നു, ഒരു പ്രവൃത്തിയില്ലാതെ. പരിചാരകന്മാരെല്ലാം ചുറ്റും വേണം, വേണ്ടതെല്ലാം കൊണ്ടുതരണം, അങ്ങനെ ഇരിക്കുന്നു. സന്യാസം ഇത്യഹങ്കാര അഭിസന്ധി ഹേതുത്വ, ഇതും എന്താണ്? അഹങ്കാരത്തോടുള്ള അഭിസന്ധി, ദൃഢമായ ബന്ധം, അഹന്തയോടുള്ള ദൃഢമായ ബന്ധമാണ് ആ ജീവന്റെ. അതാണ് ഈ തൂഷ്ണിയും കുറുവനും സുഖം ആസേ, ഞാൻ സ്വസ്ഥമായിരിക്കുന്നു എന്ന് പറയും. ജീവനെ അഹന്ത ദൃഢമായി ബന്ധിച്ചിരിക്കുകയാണ്. എങ്ങനെയാണോ ബാഹ്യമായ സ്ഥൂലമായ കർമ്മങ്ങളിൽ ബന്ധിച്ചിരിക്കുന്ന, അതുപോലെ ഈ സുഖത്തിലും ഈ സന്യാസത്തിലും അവനെ ബന്ധിച്ചിരിക്കുകയാണ്.
അതാണ് അഹങ്കാര അഭിസന്ധി ഹേതുത്വം. ഇതിനും കാരണം ആ അജ്ഞത തന്നെയാണ്, അഹന്ത തന്നെയാണ്. തസ്മിൻ അകർമ്മണി, ഈ പറയുന്നതായ സുഖം, അകർമ്മം, അതിലും കർമ്മ പശ്യ, ഏതൊരുവനാണോ ഇതും കർമ്മമാണെന്ന് തിരിച്ചറിയുന്നത്. കർമ്മയോഗിയെ സംബന്ധിച്ചിടത്തോളം അതും ഇതും തമ്മിൽ യാതൊരു വ്യത്യാസം. കർമ്മയോഗിയെ സംബന്ധിച്ചിടത്തോളം കർമാനുഷ്ഠാനവും ഈ പറയുന്ന കർമ്മസന്യാസവും തമ്മിൽ യാതൊരു വ്യത്യാസം. അവനാണ് വിവേകി. ഏവം കർമ്മ അകർമ്മ വിഭാഗജ്ഞ, ഇപ്രകാരം കർമ്മ അകർമ്മ വിഭാഗജ്ഞൻ, കർമാകർമ്മ ഭേദത്തെ തിരിച്ചറിയുന്നവൻ. കർമാകർമ്മ ഭേദത്തെ ഏതൊരുവനാണോ തിരിച്ചറിയുന്നത് സ ബുദ്ധിമാൻ, അവനെയാണ് ബുദ്ധിമാൻ എന്ന് വിളിക്കേണ്ടത്. അല്ല ബുദ്ധിപൂർവ്വം ആലോചിച്ച് കർമ്മങ്ങളെല്ലാം സമർത്ഥമായി ചെയ്യുന്നവനല്ല, കർമ്മങ്ങളെല്ലാം ഫലപ്രദമായി ചെയ്യുന്നവനല്ല. നമ്മൾ ആരെയാണ് ബുദ്ധിമാൻ എന്ന് പറയുന്നത്? നല്ലോണം ആലോചിച്ച് കർമ്മങ്ങളെല്ലാം ഫലപ്രദമായി ചെയ്യുന്നവനെ നമ്മൾ ബുദ്ധിമാനെന്ന് വിളിക്കും. അതല്ല, അവനല്ല ബുദ്ധിമാൻ. ഈ കർമ്മരഹസ്യത്തെ അറിയുന്നവനാണ് പണ്ഡിത, അവനാണ് പണ്ഡിതൻ, വാസ്തവത്തിലുള്ള പണ്ഡിതൻ. നേരത്തെ പറഞ്ഞല്ലോ, പണ്ഡിതോപി അഹം കരോമീതി മന്യതേ, പണ്ഡിതനും കൂടി കരുതുന്നു എന്താണ് ഞാൻ ചെയ്യുന്നത്. അങ്ങനെയുള്ള പണ്ഡിതനെ കുറിച്ചല്ല രണ്ടാമത് പറഞ്ഞത്. യഥാർത്ഥത്തിലുള്ള പണ്ഡിതൻ മനുഷ്യേഷു, അവൻ മാത്രമേ ഉള്ളൂ മനുഷ്യരിൽ പണ്ഡിതനായിട്ടു. നേരത്തെ തുടങ്ങിയ ഭാഷ്യം തുടങ്ങുന്നിടത്ത് പറഞ്ഞു പണ്ഡ ആത്മവിഷയ ബുദ്ധി യസ് യസ പണ്ഡിത എന്ന് പറഞ്ഞു. ഇനിയും പറയും പണ്ഡിതനെ കുറിച്ച്. തമാഹു പണ്ഡിതം ബുദ്ധാഹ, അവനെ പണ്ഡിതൻ എന്ന് പറയുന്നു. മനുഷ്യേഷു സയുക്ത യോഗി, അവനാണ് യോഗി. അവനെയാണ് ഗീതയിൽ യോഗി എന്ന് പറയുന്നത്. അല്ല പത്മാസനത്തിൽ ഇരിക്കുന്നവനല്ല യോഗി, ശീർഷാസനത്തിൽ നിൽക്കുന്നവനല്ല ഇവിടെ യോഗി എന്ന് പറയുന്നത്. സയുക്ത, യോഗം ഉള്ളവനാണ് യോഗി. യുക്തൻ എന്ന് പറഞ്ഞാൽ എന്താണ്? യോഗത്തോടു കൂടിയവൻ. ആ യോഗമുള്ള യോഗി അവനാണ് എന്നർത്ഥം. യോഗത്തിന് കൈയും കാലം വളച്ച് എക്സർസൈസ് ഒന്നും ചെയ്യേണ്ട കാര്യമില്ല. അത് നല്ലതാണ്, ശരീരത്തിന് നല്ലതാണ്. പക്ഷെ ഇവിടെ പറയുന്ന ഗീതയിൽ പറയുന്ന യോഗത്തിന് അതിന്റെ ആവശ്യമൊന്നുമില്ല. മനസ്സിലാണ് യോഗം വരേണ്ടത്, മസിലല്ല. മസിൽ യോഗത്തെയാണ് നമ്മൾ ആൾക്കാരെ പഠിപ്പിക്കുന്നത്. മസിൽ യോഗം ഇവിടെ പറയുന്നത് മനസ്സിന്റെ യോഗമാണ്. സയുക്ത യോഗി, അവനാണ് യോഗി. കൃഷ്ണ കർമ്മകൃത്, അവന്റെ പ്രത്യേകത എന്താണ്? കൃഷ്ണ കർമ്മകൃത്. നേരത്തെ പറഞ്ഞു തസ്യ കാര്യം ന വിദ്യതേ, അവനിനി ചെയ്യാനായിട്ട് ഒന്നും തന്നെ അവശേഷിക്കുന്നില്ല. ചെയ്യേണ്ടതെല്ലാം അവൻ ചെയ്തു കഴിഞ്ഞു. കൃഷ്ണ കർമ്മകൃത്, സർവകർമ്മത്തെയും ചെയ്തു കഴിഞ്ഞു. നേരത്തെ പറഞ്ഞല്ലോ കിം കർമ്മ കിം അകർമ്മേതി കവിയോപ്യത്ര മോഹിത. കർമ്മം എന്താണ് അകർമ്മം എന്താണ് ഇക്കാര്യത്തിൽ അവന് മോഹമില്ല. അവനതിനെ രണ്ടിനെയും തിരിച്ചറിഞ്ഞു കഴിഞ്ഞു. അവനെന്ത് ചെയ്യുന്നു? സ അശുഭാൻ മോക്ഷിത, അവൻ അശുഭത്തിൽ നിന്ന്, അശുഭം എന്താണെന്ന് നേരത്തെ പറഞ്ഞു, സംസാരം, അവൻ മോചിക്കപ്പെട്ട് കഴിഞ്ഞു എന്നാണ്. അവൻ ആ കർമ്മത്തിൽ നിന്നും മുക്തനായി കഴിഞ്ഞു. കൃതകൃത്യോ ഭവതി, അവൻ കൃതകൃത്യനായി, ചെയ്യേണ്ടതെല്ലാം ചെയ്തു കഴിഞ്ഞവനായി. അവന് പിന്നീട് സ്വധർമ്മമില്ല. കർമ്മയോഗി ആ കർമ്മയോഗ അനുഷ്ഠാനത്തിന്റെ പൂർണ്ണതയിൽ എന്ത് ചെയ്യുന്നു? സ്വധർമ്മരഹിതനായിത്തീരുന്നു, കർമ്മരഹിതനായിത്തീരുന്നു, അവന് കൃതകൃത്യനായിത്തീരുന്നു. അവിടെ പിന്നെ കർമ്മയോഗിയെന്നും ജ്ഞാനിയെന്നും ഭക്തനെന്നും എന്നും പറയുന്ന യാതൊരു വ്യത്യാസവും. ഭക്തിയെക്കുറിച്ചും കപടഭക്തന്മാരെക്കുറിച്ചുമൊക്കെ നമ്മളിനി ചർച്ച ചെയ്യും. അത് വരാനിരിക്കുന്നതേ ഉള്ളൂ. അപ്പം നമ്മൾ കർമ്മയോഗികളെയാണ് ഇപ്പോൾ കൈകാര്യം ചെയ്തുകൊണ്ടിരിക്കുന്നത്. മറ്റത് വരും, കാത്തിരിക്കാം നമുക്ക്. കൃതകൃത്യോ ഭവതി, കൃതകൃത്യനായി തീരുന്നു. അടുത്ത ഭാഷ്യം പറയുന്നു അയം ശ്ലോകോ അന്യഥാ വ്യാഖ്യാത കൈശ്ചിത്. സാധാരണഗതിയിൽ ഭാഷ്യത്തിൽ ആദ്യം പൂർവപക്ഷം വരും, പിന്നെ സിദ്ധാന്തം വരും. ഇവിടെ ഇപ്പം അങ്ങനെയല്ല. ആദ്യം സിദ്ധാന്തം വന്നു, അത് കഴിഞ്ഞിട്ട് പൂർവപക്ഷം വരികയാണ്. കാരണം ആദ്യം എന്താണ് കാര്യമൊന്നും മനസ്സിലാക്കിയിരിക്കുക.
അതിനു വേണ്ടിയിട്ട് ആദ്യം സിദ്ധാന്തത്തെ പറഞ്ഞു. ഇനി വൃത്തികാരനും മറ്റും ഇതിനെ എങ്ങനെ വ്യാഖ്യാനിച്ചിരിക്കുന്നു. ഈ പൂർവപക്ഷം മനസ്സിലാക്കുന്നത് നല്ലതാണ്. എന്തുകൊണ്ട് നല്ലതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇന്ന് ആൾക്കാർ പ്രചരിപ്പിക്കുന്നത് മിക്കവാറും ഇന്നത്തെ പുതിയ പലരും, എല്ലാവരുമല്ല, പലരും പ്രചരിപ്പിക്കുന്ന ഈ പൂർവപക്ഷങ്ങളെയാണ്, സിദ്ധാന്തത്തെ അല്ല. അതുകൊണ്ട് അവർ പറയുന്ന ഈ പൂർവപക്ഷം എന്താണെന്ന് നമുക്ക് ഇത് കേൾക്കുമ്പോൾ മനസ്സിലാവും. അതിനെ ഒഴിവാക്കാൻ അത് സഹായിക്കും. കാരണം മനുഷ്യന്റെ മനസ്സിൽ എളുപ്പം പതിയുന്നത് പൂർവപക്ഷമാണ്, സിദ്ധാന്തമല്ല. സിദ്ധാന്തം കുറച്ചുകൂടി നേരത്തെ പറഞ്ഞല്ലോ, ദുർവിജ്ഞേയത്വ, ദുർഗ്രഹമാണ്. സ്ഥൂല ബുദ്ധികളുടെ മനസ്സിൽ പെട്ടെന്ന് പിടിച്ചു നിൽക്കുന്നത് ഈ പൂർവപക്ഷമാണ്. അതുകൊണ്ട് അതിനെ അവർ സിദ്ധാന്തമാക്കും, അതിനെ പ്രചരിപ്പിക്കും. ലോകത്തിൽ ചാർവാകൻ എന്ന് പറയും. അവരുടെ ആശയങ്ങൾക്ക് ലോകത്തിൽ പെട്ടെന്ന് പ്രചാരവും കിട്ടും. ലോകത്തിൽ പെട്ടെന്ന് പ്രചരിപ്പിക്കുന്ന ആശയം അതിനാണ് ചാരുവാക്ക് എന്ന് പറയുന്നത്. അത് പറയുന്നവനാണ് ചാർവാകൻ എന്ന് പറയുന്നത്. അല്ല, ചാർവാകൻ എന്ന് വെച്ചാൽ നിരീശ്വരവാദി എന്നുള്ള അർത്ഥം മാത്രമാണ്. ആരുടെ ആശയങ്ങൾക്കാണ് ലോകത്ത് പെട്ടെന്ന് പ്രചാരം വരുന്നത്. അപ്പോൾ ഈ പൂർവപക്ഷങ്ങൾക്കാണ് പെട്ടെന്ന് പ്രചാരം വരുന്നത്. സിദ്ധാന്തത്തെ വളരെ കുറച്ചുപേരെ സ്വീകരിക്കത്തുള്ളൂ, കുറച്ചുപേരെ അത് അനുഷ്ഠിക്കത്തുള്ളൂ. അതുകൊണ്ട് ആ പൂർവപക്ഷത്തെ നമുക്ക് മനസ്സിലാക്കുന്നത് എന്താണ്? അയം ശ്ലോകോ അന്യഥാ വ്യാഖ്യാത കൈശ്ചിത്. ചിലരങ്ങനെ പറഞ്ഞു. അവരുടെ പേരൊന്നും ഭാഷകാരൻ പറയുന്നില്ല, കാരണം പേര് പോലും പറയാൻ കൊള്ളാത്തവരാണ്. അതുകൊണ്ട് കൈശ്ചിത്, ചിലവരങ്ങനെയൊക്കെ പറഞ്ഞു എന്നാണ്. പറഞ്ഞിനി അവർക്കൊരു പ്രചാരം കൊടുക്കണ്ട. അതുകൊണ്ടാണ് കഥം എങ്ങനെ നിത്യാനാം കില കർമ്മണാം ഈശ്വരാർത്ഥേ അനുഷ്ഠീയമാനാനാം തദ്ഫലാഭവ അകർമാണി താനി ഉച്യന്തേ ഗൗണ്യാവൃത്യ. നിത്യകർമ്മങ്ങൾ എന്ന് വെച്ചാൽ സാധാരണ നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുന്ന കർമ്മങ്ങൾ. പണ്ടവർ പറഞ്ഞിരിക്കുന്ന നിത്യകർമ്മങ്ങൾ എന്ന് പറയുന്നത് നിത്യാഗ്നിഹോത്രവും മറ്റും വേദത്തിലെ സ്മൃതികളിലും പറഞ്ഞിരിക്കുന്ന കർമ്മങ്ങളാണ്. അത്തരം കർമ്മങ്ങൾ ഈശ്വരാർത്ഥേ അനുഷ്ഠീയമാനാനാം, അവരെന്ത് ചെയ്യുന്നു? അത് ഈശ്വരാർത്ഥമായി അത് അനുഷ്ഠിക്കപ്പെടുന്നു. തദ്ഫലാഭാവ, അതിന് ഫലമില്ലെന്നാണ് ശാസ്ത്ര സിദ്ധാന്തം തന്നെ. നിത്യകർമ്മങ്ങൾക്ക് ഫലമില്ലെന്നാണ് അവർ പറയുന്നത്. അകർമാണി, ഫലമില്ലാത്തതുകൊണ്ട് അതിനെ അകർമ്മങ്ങളെന്ന് പറയുന്നു. ഗൗണ്യാവൃത്യ, മുഖ്യമായ അർത്ഥത്തിലല്ല. വൃത്തി എന്ന് വെച്ചാൽ അർത്ഥം ഗൗണമായ വൃത്തി എന്ന് പറയുന്ന അമുഖ്യമായ അർത്ഥത്തിൽ, താല്പര്യത്തിൽ. മുഖ്യമായ അർത്ഥത്തിൽ കർമ്മത്തെ കർമ്മം തന്നെ വിളിക്കണം. പക്ഷെ കർമ്മം ഫലം കൊടുക്കാത്തതുകൊണ്ട് അതിനെ അകർമ്മം എന്ന് പറയുന്നു. തേഷാം അകരണം അകർമ്മം, തേഷാം അകരണം ച അകർമ്മം. അത്തരം കർമ്മങ്ങൾ അനുഷ്ഠിക്കാതിരിക്കുന്നതും എന്താണ്? അകർമ്മം തന്നെയാണ്. തച്ച പ്രത്യവായ ഫലത്വ കർമ്മ ഉച്യതേ ഗൗണ്യ ഏവവൃത്യ. അത് ചെയ്യാതിരുന്നു കഴിഞ്ഞാൽ ഫലം ഉണ്ടാവും. നിത്യകർമ്മങ്ങൾ ചെയ്യാതിരുന്നു കഴിഞ്ഞാൽ എന്താണ്? നരകഫലം ഉണ്ടാവുമെന്നാണ്. അത് ചെയ്തേ പറ്റും. പൂർവ്വമീമാംസകരിൽ ഒരു വിഭാഗക്കാരുടെ സിദ്ധാന്തമാണ്. നിത്യകർമ്മങ്ങൾ ചെയ്തു കഴിഞ്ഞാൽ അതുകൊണ്ട് പ്രത്യേകിച്ച് ഫലമൊന്നുമില്ല, ചെയ്യാതിരുന്നു കഴിഞ്ഞാൽ ഫലമുണ്ട്, അത് നരകമാണ്. അതാണ് അവർ പറയുന്നത്. തച്ച പ്രത്യവായ ഫലത്വ കർമ്മ ഉച്യതേ. പ്രത്യവായം ഫലം നരകഫലത്തെ ഉണ്ടാക്കുന്നു, ചെയ്യാതിരിക്കുന്നത്. അതുകൊണ്ട് അതിനെയും എന്ന് പറയുന്നു കർമ്മ ഉച്യതേ. അപ്പോൾ നിത്യകർമ്മങ്ങൾ അകർമ്മങ്ങളാണ്. അത് ചെയ്യാതിരുന്നു കഴിഞ്ഞാൽ അത് നരകഫലത്തെ ഉണ്ടാക്കുന്നു. അതുകൊണ്ട് തന്നെ കർമ്മം എന്ന് പറയുന്നു. അത് എങ്ങനെ? ഗുണ്യ ഏവൃത്യ, മുഖ്യമായ അർത്ഥത്തിലല്ല. തത്ര നിത്യകർമ്മണി അകർമ്മയെ പശ്യേത് ഫലാഭാവ. അതുകൊണ്ട് അവർ പറയുന്നത് എന്താണ്? നിത്യകർമ്മത്തിൽ അകർമ്മത്തെ കാണുക. എന്താണ്? അത് ഫലത്തെ കൊടുക്കുന്നില്ല, അതുകൊണ്ട് അതിനെ അകർമ്മമായി കാണുക. നിത്യകർമ്മത്തെ അകർമ്മമായി കാണുക, അത് ചെയ്യുക. ഫലമില്ല, അതുകൊണ്ട് അതിനെ അകർമ്മമായി കാണുക. യഥാ ധേനുരവി ഗൗഹു അഗൗരുച്യതേ ക്ഷീരാഖ്യം ഫലം ന പ്രയച്ഛതി തദ്വ. ധേനുരവി ഗൗ നവപ്രസൂത ഗൗ ധേനു. ധേനു എന്ന് പറയുന്നതിനൊരു പ്രത്യേക അർത്ഥമുണ്ട്. ധേനു എന്ന് പറയുന്നതിന് നമ്മൾ സാധാരണ പറയുന്ന അർത്ഥം പശു എന്നാണ്. പക്ഷേ പശുവിൽ തന്നെ പ്രസവിച്ചു കഴിഞ്ഞ ഉടനെയാണ് ആ പശുവിന് ധേനു എന്ന് പേര് പറയുന്നത്. നവപ്രസൂത, അതിന് ധേനു എന്ന് പറയുന്നു. പ്രസവിച്ചു കഴിഞ്ഞ ഉടനെ പശുവിന് ധേനു എന്ന് പറയും. നമ്മൾ പറയുന്ന ഇളം കറവയുള്ള പശു എന്ന് പറയും. അത്
ക്ഷീരാഖ്യം ഫലം ന പ്രയച്ഛതി. പാലില്ല. പശു പ്രസവിച്ചു കഴിഞ്ഞു, പക്ഷെ അതിന് പാലില്ല. പാലില്ലാത്തതുകൊണ്ടെന്ന് പറയുന്നു, ഓ ഇതൊരു പശുവേ അല്ല എന്ന് നമ്മൾ പറയും. എന്ത് പശുവാണ് ഇത്? പശുവേ അല്ല എന്ന് പറയും. അതുപോലെ അതായത് പാലില്ലാത്തത് കൊണ്ട് ചില ആൾക്കാർ പശുവിനെ പശുവേ അല്ലെന്ന് പറയുന്നു. കാരണം പശുവാണെങ്കിൽ പാല് തരണം, പക്ഷെ ഇത് പാല് തരുന്നില്ല. അതുകൊണ്ട് അതിനെ പശു എന്നുള്ള പേര് വിളിക്കാനും കൂടി അർഹതയല്ല, ഉള്ളതല്ല എന്നുള്ള അർത്ഥത്തിൽ നമ്മളതിനെ അഗൗ എന്ന് പറയുന്നു. പശു പശുവല്ല എന്ന് പറയുന്നു. അതുപോലെ നിത്യകർമ്മങ്ങൾ കർമ്മങ്ങളെ അല്ല, അതുകൊണ്ട് അതിനെ അകർമ്മം എന്ന് വിളിക്കുന്നു. അപ്പോൾ കർമ്മണ്യകർമ്മ യപ്പശി, നിത്യകർമ്മങ്ങൾ അത് തന്നെ എന്താണ്? അകർമ്മമാണ്. തഥാ നിത്യാകരണേതു അകർമ്മണി കർമ്മയപ്പശി. അതുപോലെ തന്നെ നിത്യകർമ്മങ്ങൾ ചെയ്യാതിരുന്നു കഴിഞ്ഞാൽ എന്താണ്? അതിനെ കർമ്മമായി കാണണം. എന്തുകൊണ്ട്? നരകാദി പ്രത്യേകമായ ഫലം പ്രയച്ഛതി. എന്തുകൊണ്ട്? ചെയ്യാതിരുന്നു കഴിഞ്ഞാൽ അത് നരകത്തെ ഉണ്ടാക്കുന്നു എന്ന് പറഞ്ഞു. അതാണ് മീമാംസകർ പറയുന്നത്, നിത്യകർമ്മം ചെയ്തേ തീരൂ. യാവജ്ജീവം അഭിഹോത്രം ജുഹൂയ, മരണം വരെ അത് ചെയ്തുകൊണ്ടേയിരിക്കണം. കർമ്മണി അകർമ്മ, ആ കർമ്മത്തിൽ അകർമ്മത്തെ കാണുക എന്ന് പറയുന്നത് എന്താണ്? അത് കർമ്മമല്ല, ഫലമില്ലാത്തതുകൊണ്ട്. ഇനി അകർമ്മണി, അത് ചെയ്യാതിരുന്നു കഴിഞ്ഞാലോ നിത്യാകരണേ, അത് കർമ്മമോ? എന്തുകൊണ്ട്? നരകഫലത്തെ ഉണ്ടാക്കുന്നതുകൊണ്ട്. അതാണ് നിത്യാകരണേതു അകർമ്മണി, അതാണ് അകർമ്മം. കർമ്മയപ്പശി, അതിനെ കർമ്മമായി കാണുന്നു. എന്തുകൊണ്ട്? നരകാദി പ്രത്യേകമായ ഫലം പ്രയച്ഛ, നരകം തുടങ്ങിയ ഫലത്തെ അത് കൊടുക്കുന്നത് കൊണ്ട്. ഇങ്ങനെ അവർ വ്യാഖ്യാനിക്കുന്നു. എന്ന് വെച്ചാൽ കർമ്മണി അകർമ്മ, അകർമ്മണി കർമ്മ എന്ന് പറയുന്നത് നിത്യകർമ്മവുമായി ബന്ധപ്പെടുത്തി അവർ വ്യാഖ്യാനിക്കുന്നു. എന്ന് വെച്ചാൽ അവരുടെ താല്പര്യപ്രകാരം നിത്യകർമ്മം ചെയ്തുകൊണ്ടേയിരിക്കണം. ആ കർമ്മം ചെയ്യാതിരുന്നു കഴിഞ്ഞാൽ നരകഫലത്തെ ഉണ്ടാകും എന്ന് പറയുന്ന അവരുടെ സിദ്ധാന്തത്തെ സമർത്ഥിക്കുന്നതിന് വേണ്ടി ഈ ശ്ലോകത്തെ വ്യാഖ്യാനിക്കുന്നു. എന്നാൽ ഏതത് യുക്തം വ്യാഖ്യാനം, ഈ വ്യാഖ്യാനം ശരിയല്ല. അപ്പൊ ഇങ്ങനെ ഏവം ജ്ഞാനാത് അശുഭാത് മോക്ഷാനുപത്തേ, ഇങ്ങനെ ഒരു അറിവുകൊണ്ട് ഒരിക്കലും ഒരുത്തൻ സംസാരത്തിൽ നിന്നും മോചിക്കത്തില്ല. യജ്ഞാത്വാ മോക്ഷസ്യ അശുഭാതിരി ഭഗവതാ ഉക്തം വചനം ബാധ്യത. ഭഗവാൻ എന്താണ് പറഞ്ഞിരിക്കുന്നത്? താൻ പറയുന്ന ഈ ജ്ഞാനത്തെ ഉൾക്കൊള്ളുന്ന ഒരുവൻ ഈ സംസാരത്തിൽ നിന്നും മോചിക്കുമെന്നാണ്. അതിന് ബാധ, അതിനെ ബാധിക്കും. ഈ ഇങ്ങനെ വ്യാഖ്യാനിച്ചു കഴിഞ്ഞാൽ അതിന് വിപരീതമായ ഫലമാണ് ഉണ്ടാകുന്നത്. കഥം എന്തുകൊണ്ട്? നിത്യാനാം അനുഷ്ഠാനാം അശുഭാസ്യാനാമമോക്ഷണം നവതേഷാം ഫലാഭാവജ്ഞാന. ഇനി വേണമെങ്കിൽ നമുക്ക് അങ്ങനെ കരുതാം. എന്താണ്? നിത്യകർമ്മങ്ങളെ ഈശ്വരാർപ്പണമായി അനുഷ്ഠിക്കുന്നത് കൊണ്ട് ഒരുവൻ സംസാരത്തിൽ നിന്നും മോചിക്കും എന്ന് വേണമെങ്കിൽ അവർ പറയുന്ന സിദ്ധാന്തത്തിനെ ഭാഗികമായി അംഗീകരിച്ചാലും നവതേഷാം ഫലാഭാവജ്ഞാന, ആ നിത്യകർമ്മങ്ങൾക്കൊന്നും ഫലമില്ല എന്നുള്ള ഒരറിവ് കൊണ്ട് ഒരിക്കലും സംസാരത്തിൽ നിന്ന് മോചിക്കാൻ സാധ്യമല്ല. അതുകൊണ്ട് ആ വ്യാഖ്യാനം ശരിയല്ല. നിത്യാനാം ഫലാഭാവജ്ഞാനം അശുഭമുക്തി ഫലത്വേന ചോദിതം നിത്യകർമ്മജ്ഞാനം വാ. അതുകൊണ്ടെന്താണ്? വേദം ഒരിക്കലും നിത്യകർമ്മങ്ങൾക്ക് ഫലമില്ല എന്നുള്ള ജ്ഞാനം സംസാരത്തിൽ നിന്നും മോചിപ്പിക്കും എന്ന് വിധിച്ചിട്ടില്ല. അല്ലെങ്കിൽ നിത്യകർമ്മങ്ങളുടെ ജ്ഞാനം കൊണ്ട് ഒരാൾ സംസാരത്തിൽ നിന്ന് മോചിക്കും എന്നും വിധിച്ചിട്ടില്ല. നജ ഭഗവത ഏവ ഇഹ ഉക്തം. അങ്ങനെ വേദം പറയാത്തൊരു കാര്യത്തെ ഭഗവാൻ ഇവിടെ പറഞ്ഞിട്ടും ഇല്ല. ഏതേന അകർമ്മണി കർമ്മദർശനം പ്രത്യുക്തം. അതുകൊണ്ട് തന്നെ എന്താണ്? ഈ ഇവർ പറയുന്ന തരത്തിലുള്ള അകർമ്മത്തിലുള്ള കർമ്മദർശനത്തെയും നിഷേധിച്ചു കഴിഞ്ഞു. നിത്യകർമ്മങ്ങൾ ചെയ്യാതിരുന്നു കഴിഞ്ഞാൽ നരകത്തെ ഉണ്ടാക്കും. അതുകൊണ്ട് അതാണ് അകർമ്മത്തിൽ കർമ്മദർശനം എന്നവർ വ്യാഖ്യാനിച്ചതും നിഷേധിച്ചു കഴിഞ്ഞു. നഹി അകർമ്മണി കർമ്മ ഇതി ദർശനം കർത്തവ്യതയ ഇവ ചോദ്യത്തെ. അതുകൊണ്ട് എന്താണ്? അകർമ്മത്തിൽ കർമ്മദർശനം. നിത്യകർമ്മം ആണ് അകർമ്മം, അത് കർമ്മമാണെന്ന് കാണുന്ന ആ ദർശനം അത് കർത്തവ്യമാണ് എന്ന് ഇവിടെ വിധിച്ചിട്ടില്ല. നിത്യസിതു കർത്തവ്യത മാത്രം. പിന്നെ ഇത്ര മാത്രമേ പറയുന്നുള്ളൂ. എന്താണ്? നിത്യകർമ്മം വേദത്തിൽ പറയുന്നത് എന്താണ്? അത് കേവലം കർത്തവ്യമാണ്, അതിന് അധികാരിയായിട്ടുള്ളവൻ അത് അനുഷ്ഠിക്കണം, ഇത്രയും പറയുന്നുള്ളൂ. എന്നുവെച്ച അകർണ നിത്യസ്യ പ്രത്യവായോ ഭവതീതി വിജ്ഞാനാത് കിഞ്ചിത് ഫലം സ്യാത്. നിത്യകർമ്മങ്ങൾ ചെയ്യാതിരുന്നു കഴിഞ്ഞാൽ അതിൽ നിന്ന് നരകഫലം ഉണ്ടാകും എന്നറിയുന്നത് കൊണ്ട് പ്രത്യേകിച്ച് വിശേഷതയൊന്നുമില്ല.
എല്ലാ പൂർവക്ഷിയുടെ ആശയങ്ങളും നിഷേധിക്കുകയാണ്. നാഭി നിത്യാകരണം ജ്ഞേയത്വേന ചോദിതം, നിത്യകർമ്മങ്ങൾ ചെയ്യാതിരിക്കുക അത് അറിയേണ്ട കാര്യമാണെന്ന് പറഞ്ഞ് വേദത്തിൽ വിധിച്ചിട്ടുമില്ല, ഭഗവാൻ ഇവിടെ പറയുന്നതുമില്ല. അതായത് നിത്യകർമ്മവുമായി ബന്ധപ്പെട്ട് ഈ പറയുന്ന ശ്ലോകത്തിന്റെ അർത്ഥത്തെ ഒരു തരത്തിലും വ്യാഖ്യാനിക്കാൻ പാടില്ല എന്നാണ്. നാഭി കർമ്മ അകർമ്മേതി മിഥ്യാ ദർശനാത് അശുഭാത് മോക്ഷണം, കർമ്മം അകർമ്മമാണ് എന്നുള്ള മിഥ്യാജ്ഞാനം കൊണ്ട് സംസാരത്തിൽ നിന്ന് മോചിപ്പിക്കും എന്നും പറയാൻ പറ്റത്തില്ല. അത് അങ്ങനെ പറഞ്ഞു കഴിഞ്ഞാൽ അത് ബുദ്ധിമാൻ, അതിൽ ബുദ്ധിമത്വമില്ല. യുക്തത സ യുക്ത കൃഷ്ണകർമ്മ എന്ന് പറഞ്ഞ ഈ ഭാഗങ്ങളെല്ലാം ഫലം ന ഉപപദ്ധ്യത, അതൊന്നും ശരിയാകത്തില്ല. കാരണം ഈ ശ്ലോകത്തിൽ പറയുന്ന ആശയത്തെ മനസ്സിലാക്കുന്നവൻ ബുദ്ധിമാനാണെന്ന് പറയുന്നു, അവൻ യോഗിയാണെന്ന് പറയുന്നു, അവൻ കൃഷ്ണ കർമ്മകൃത്താണെന്ന് പറയുന്നു. അതെല്ലാം യോജിക്കണമെന്നുണ്ടെങ്കിൽ എന്താണ്? ഇതിനെ നിത്യകർമ്മവുമായി ബന്ധപ്പെടുത്തി വ്യാഖ്യാനിക്കരുത്. സ്തുതിർവ, ഇത് നിത്യകർമ്മത്തിന്റെ സ്തുതിയുമല്ല എന്നത്. മിഥ്യാജ്ഞാനമേവഹി സാക്ഷാത് അശുഭരൂപം കുതോ അന്യസ്മാത് അശുഭാത് മോക്ഷണം. അതുകൊണ്ട് എന്താണ് സിദ്ധാന്തം? ഇവിടുത്തെ അശുഭം എന്ന് പറയുന്നത് വാസ്തവത്തിൽ അജ്ഞാനമാണ്, മിഥ്യാജ്ഞാനമാണ്, വിപരീത ജ്ഞാനമാണ്, ഭ്രാന്തിയാണ്. അതാണ് അശുഭം. കുതോ അന്യസ്മാത് അശുഭാത് മോക്ഷണം. വേറെ ഏത് അശുഭത്തിൽ നിന്നാണ് ഒരു ജീവൻ മോക്ഷം വേണ്ടത്? നഹി തമഹ തമസോ നിവർത്തകം ഭവതി. ഒരിക്കലും ഇരുട്ടിനെ മാറ്റുന്നില്ല. ഈ അജ്ഞാനത്തെ, ഭ്രാന്തിയെ മാറ്റുന്നതിന് വേണ്ടി വേറൊരു അജ്ഞാനം, ഒരു ഭ്രാന്തിയെ വേദം ഉപദേശിക്കത്തില്ല, ഭഗവാൻ ഉപദേശിക്കത്തില്ല. അതുകൊണ്ട് നിത്യകർമ്മവുമായി ബന്ധപ്പെടുത്തിയിട്ട് അതിന് ഫലമില്ല. അതുകൊണ്ട് കർമ്മത്തിൽ അകർമ്മ ദർശനം ചെയ്യാതിരുന്നു കഴിഞ്ഞാൽ ഫലമുണ്ട്, അതുകൊണ്ട് അകർമ്മത്തിൽ കർമ്മദർശനം, ഇങ്ങനെയെല്ലാം ഉള്ള വ്യാഖ്യാനങ്ങൾ അതൊരിക്കലും ഇവിടെ വേദത്തിന്റെ താല്പര്യമോ ഭഗവാന്റെ ഉപദേശമോ അല്ല. അതുകൊണ്ട് അത്തരം വ്യാഖ്യാനങ്ങൾ ഇവിടെ സ്വീകരിക്കാൻ പാടില്ല. താൻ പറഞ്ഞത് തന്നെയാണ് ഇതിന്റെ ശരിയായിട്ടുള്ള വ്യാഖ്യാനം എന്ന് തുടർന്ന് പറയും. അത് നമ്മൾ തുടർന്ന് ചർച്ച ചെയ്യും. ശിഷ്യ ഓം ശാന്തി ശാന്തി ശാന്തി.